നമസ്കാരം. ഹെക്ടർ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. അയാൾ സാക്ഷൽ കീത്ത് മോറന്റെ മകളെ കൊന്നിരിക്കുന്നുവെന്നാണ് അയാൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആരോപണം. ശരിക്കും അമ്പരന്ന് പോയ ഹെക്ടർ വല്ലാത്തൊരു മുഖഭാവത്തോടു കൂടി ആ മുറിയിൽ നിൽക്കുന്ന എല്ലാവരും മാറി മാറി നോക്കുകയാണ്. അയാൾക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ ഒരു പെൺകുട്ടിയെ കൊന്നുവെന്ന് അയാൾ എങ്ങനെ വിശ്വസിക്കുക? ഹെക്ടർ അമ്പരപ്പോടെ എല്ലാവരും മാറി മാറി നോക്കുന്ന കണ്ടതും നടാഷ ഹെക്ടറോട് ചോദിച്ചു, അച്ഛാ എന്താ സംഭവിച്ചത്? മോളെ സത്യമായിട്ടും എനിക്കറിയത്തില്ല. ഞാൻ ആ പാർട്ടിയിൽ മദ്യപിച്ചു എന്നുള്ളത് സത്യമാണ്. മദ്യപിച്ച ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മേശയിലേക്ക് തല ചായച്ചതായിട്ടാണ് എന്റെ ഒരു ഓർമ്മ. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഹെക്ടർ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, പാർട്ടികളിൽ പോയാൽ മദ്യപിക്കുന്നതിന് ഒരു കണക്ക് വേണമെന്ന്. ഹെക്ടറെ കുറിച്ചുള്ള പ്രധാന ആരോപണം അതാണ്. മദ്യപിച്ചു തുടങ്ങിയാൽ ഹെക്ടർക്ക് ഒരു കുഴപ്പമുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ മദ്യം ഹെക്ടർ കഴിച്ചു കഴിഞ്ഞാൽ ഹെക്ടർ ശരിക്കും ബോധം കെട്ട് ഉറങ്ങും. ആ ഉറക്കം ചിലപ്പോ ഉണരാൻ ഒരു ദിവസം എടുക്കും. അത് ഹെക്ടറുടെ ഒരു വീക്ക്നെസ് ആണ്. ഏതെങ്കിലും മദ്യപാന പാർട്ടിയിൽ ഹെക്ടർ ചെന്ന് പെട്ടാൽ മദ്യപിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ഹെക്ടർ ശരിക്കും ഒരു ദയനീയമായ കാഴ്ചയാണ്. അവിടെ കിടന്ന് ഉറങ്ങുന്ന ഹെക്ടറെ പരിചാരകരാരെങ്കിലും പൊക്കിയെടുത്ത് ഹാർമൺ ഫാമിലി കൊണ്ടുവരികയാണ് പതിവ്. വേറെ ഒരു കുഴപ്പവും ഹെക്ടർക്കില്ല. ഉറങ്ങിപ്പോകുന്നുള്ളതാണ് ഹെക്ടർ കുഴപ്പം. പക്ഷെ ഇപ്പോ ഹെക്ടറിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ശരിക്കും ഗുരുതരമായ കുറ്റമാണ്. എ ട്രെൻഡ്. സത്യമായിട്ടും എനിക്ക് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഹെക്ടർ പറഞ്ഞതും അങ്കിൾ അങ്ങനെ പറഞ്ഞത് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതി അങ്ങോട്ട് കയറി വന്നു. അങ്ങോട്ട് കയറി വന്നത് ട്രെന്റിന്റെ മകൾ കെയ്റ്റ് ഹാർമൺ ആണ്, ക്വിന്റിന്റെ സഹോദരി. ക്വിന്റിൻ മരിച്ചതറിഞ്ഞ് സ്റ്റോണിയിൽ നിന്ന് മിൽസ്ബർഗിലേക്ക് വന്ന കെയ്റ്റ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോ ഹെക്ടർ ഒന്ന് പരിങ്ങി. കെയ്റ്റ്, ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അങ്കിൾ. നമുക്കങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്താണ് ഈ വെളുത്ത കുപ്പായത്തിനുള്ളിലൊന്ന് ആർക്ക് എങ്ങനെ പറയാൻ കഴിയുക? കെയ്റ്റ്, നീ എന്തായി പറയുന്നേ? നടാക്ഷയ്ക്ക് അത് കേട്ടപ്പോ ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. റൂത്തിനും അതുപോലെ തന്നെ. റൂത്ത് കെയ്റ്റിനോട് തട്ടിക്കേറിയാണ്. കെയ്റ്റ്, ആളെന്തോരം പറഞ്ഞ് സംസാരിക്കണം. റൂത്ത്, നീ അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഒരു കൊലക്കുറ്റമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഹാർമൺ കുടുംബത്തിന്റെ അഭിമാനമാണ് ഇപ്പോ ഇതാ ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്കിൾ കൊല ചെയ്തു എന്നാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഭടന്മാർ നമ്മളോട് പറഞ്ഞത്. അവർക്ക് അങ്കിളിന് വിട്ടുകൊടുക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ അച്ഛൻ കീത്ത് മോറൻ ഒരു ചെറിയ കഥാപാത്രമല്ല. മിൽസ്ബർഗും ബാക്കി 7 സ്റ്റേറ്റുകളും ചേരുന്ന ബെലാർമ മേഖലയുടെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് വൈസ്രോയിക്കാണ്. വൈസ്രോയുടെ തൊട്ട് താഴെ ഒരു സൈനിക തലവനുണ്ട്. അദ്ദേഹത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് സാക്ഷൽ കീത്ത് മോറൻ. എന്ന് പറയുമ്പോൾ കീത്ത് മോറന്റെ കീഴിൽ വൻതോതിൽ സൈന്യം ഉണ്ടെന്നാണ്. സൈന്യത്തെ സംഘടിപ്പിക്കാനും ആളുകളെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ അക്ഷരാർത്ഥത്തിൽ പവറുള്ള വ്യക്തിയാണ് കീത്ത് മോറൻ. മിൽസ്ബർഗ് ഉൾപ്പെടെയുള്ള പല മേഖലകളുടെയും അധികാരം അദ്ദേഹത്തിന് തന്നെയാണ്. അധികാര ശ്രേണിയിൽ കൃത്യം 3ാമത്തെ വ്യക്തി അതാണ് കീത്ത് മോറൻ. വൻ അധികാരമുള്ള ആ കീത്ത് മോറന്റെ മകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹെക്ടർ ഹാർമൺ ആണ് ആ ലേഡിയെ കൊന്നതെന്ന് ആരോപണമുണ്ട്. ഹെക്ടർ ഹാർമനെ അന്വേഷണത്തിനായി വിട്ടുകൊടുക്കണമെന്നാണ് പട്ടാള ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത്. കഥയുടെ പശ്ചാത്തലം അതാണ്. ജെസിക്കയും റൂത്തും നടാഷയും ശരിക്കും പെട്ടതുപോലെയായി. നടാഷയ്ക്ക് അറിയേണ്ടത് കൃത്യമായി എന്ത് സംഭവിച്ചു എന്നാണ്. നടാഷ മുട്ടുകുത്തി ഹെക്ടറുടെ അടുത്തേക്ക് ഇരുന്ന് ഹെക്ടർ ചോദിച്ചു, അച്ഛാ സത്യം പറയാം, എന്താ സംഭവിച്ചത്? അച്ഛൻ എന്തെങ്കിലും അബദ്ധം പറ്റിയോ? മോളെ നീ എന്തായി പറയുന്നത്? ഞാൻ അങ്ങനെ വല്ല ചെയ്യൂ? മോളെ എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് എന്റെ ഓർമ്മയിൽ പോലുമില്ല. എന്തെങ്കിലും അബദ്ധം ഹെക്ടറിന് പറ്റിയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നടാഷ ഹെക്ടറോട് അങ്ങനെ ചോദിച്ചത്. പക്ഷെ ഹെക്ടർ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. നടാഷ ഹെക്ടറോട് അങ്ങ് സംസാരിക്കുന്നുണ്ടെന്നും കേറ്റ് നടാഷയോട് പറഞ്ഞു, നടാഷ, നീ അങ്കിളിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്കിവിടെ സംരക്ഷിക്കേണ്ടത് അങ്കിളിനെ അല്ല, നമ്മൾ സംരക്ഷിക്കേണ്ടത് ഹാർമൺ കുടുംബത്തിന്റെ അഭിമാനത്തെയാണ്. കേറ്റ് ഹാർമൺ പറഞ്ഞ ആ വാചകത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാനായി വേണ്ടി വന്നാൽ ആ കുടുംബത്തിന്റെ തലവനെ തന്നെ ബലി കൊടുക്കണമെന്നാണ് കേറ്റ് പറയുന്നതിന്റെ അർത്ഥം. ഹെക്ടറുടെ മേൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം ശരിക്കും ഗുരുതരമായ കുറ്റമാണ്. ഹാർമൺ കുടുംബത്തിന് ഒരു കാരണവശാലും മോറനോട് പിടിച്ചിരിക്കാൻ പറ്റില്ല. മോറൻ ശരിക്കും അധികാരം കൈയാളുന്ന വ്യക്തിയാണ്. അയാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹാർമൺ കുടുംബത്തെ ഇല്ലാതാക്കാൻ പറ്റും. ആ യാഥാർത്ഥ്യം ട്രെന്റും ജേക്കബ് ഉൾപ്പെടെ സകലും തിരിച്ചറിയുന്നുണ്ട്. ഇതുവരെ നിശബ്ദരായിരുന്ന ജേക്കബ് പെട്ടെന്ന് നടാഷയോട് പറഞ്ഞു, നടാഷ, കേറ്റ് പറയുന്നതിൽ കാര്യമുണ്ട്. നമുക്ക് ഇതങ്ങനെ നിസ്സാരമായി തള്ളാൻ പറ്റില്ല. അങ്കിളെന്താ പറയുന്നത്? അച്ഛനെ അവരെ ഏൽപ്പിക്കണമെന്നാണ്. നടാഷ, നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ജേക്കബ് അങ്ങനെ ചോദിച്ചതും ഒരു സെർവന്റ് അകത്തേക്ക് വന്നു. സാർ, അവരിങ്ങെത്തി. ഹാർമൺ കുടുംബത്തിന്റെ ബോഡി ഗാർഡുകൾ
ഗേറ്റിന് കാവലുണ്ടായിരുന്നു. ആ ഗേറ്റിന് പുറത്തായിട്ടാണ് മോറന്റെ സൈന്യം നിന്നിരുന്നത്. ആ സൈന്യം ഹാർമൺ കുടുംബത്തിന്റെ ബോഡി ഗാർഡുകളെ കടന്ന് ബിൽഡിംഗിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ആ സെർവന്റ് പറഞ്ഞത്. സെർവന്റ് അങ്ങനെ പറഞ്ഞു തീരുമ്പോൾ തന്നെ ആ ഹാളിലേക്ക് അനവധി പട്ടാളക്കാർ കടന്നു വന്നു. തോക്കുധാരികളായ ഒത്തിരിയേറെ പട്ടാളക്കാർ അകത്തേക്ക് കടന്നു വരുമ്പോൾ അതൊരു വല്ലാത്ത ഭയം ആ ഹാളിനകത്ത് സൃഷ്ടിക്കുകയാണ്. അവരെ നയിച്ചുകൊണ്ട് അകത്തേക്ക് വന്ന കമാൻഡർ ഹെക്ടറോടായി പറഞ്ഞു, മിസ്റ്റർ ഹെക്ടർ, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഉണ്ട്, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. കമാൻഡർ ഹെക്ടറോട് അങ്ങനെ പറഞ്ഞതും നടാഷ ഹെക്ടറുടെ മുന്നിൽ കയറി നിന്ന് കമാൻഡറോട് പറഞ്ഞു, സാർ, നിങ്ങൾ എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് കാരണം? എന്ത് തെളിവ് അദ്ദേഹത്തിനെതിരെ ഉള്ളത്? ഹേയ് മിസ് ഹാർമൺ, ഒരു തെളിവുമില്ലാതെ ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി വന്ന് മിസ്റ്റർ ഹെക്ടറെ അറസ്റ്റ് ചെയ്യാൻ ഞാനെന്താ മണ്ടനാണോ? സാർ, നിങ്ങൾ പറയുന്നത്? അതെ, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. വ്യക്തമായ തെളിവുണ്ട്, ദൃക്സാക്ഷികൾ വരെ ഉണ്ട്. മോറന്റെ മകളെ ഹെക്ടർ കൊല്ലുന്നതിന് ദൃക്സാക്ഷി ഉണ്ട് പോലും. കേട്ടപ്പോ ആ ഹാളിലുള്ള മുഴുവൻ ആളുകളും ശരിക്കും ഒന്ന് ഞെട്ടി. മിസ്റ്റർ കമാൻഡർ, നിങ്ങൾ ഈ പറയുന്ന ദൃക്സാക്ഷിക്ക് വ്യാജമായി സൃഷ്ടിച്ചൂടെ? പെട്ടെന്ന് നടാഷ അങ്ങനെയാണ് ചോദിച്ചത്. ഹേയ് മിസ് ഹാർമൺ, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ശൈലിയിൽ ചോദിക്കുന്നത് ശരിയല്ല. എന്തായാലും നിങ്ങൾ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഞാനൊരു തെളിവ് നിങ്ങളെ കാണിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് കമാൻഡർ അയാളുടെ കയ്യിലിരുന്ന മൊബൈൽ ഓണാക്കി ഒരു വീഡിയോ അവരെല്ലാവരെയും കാണിച്ചു. ഒരു പ്രൈവറ്റ് മുറിയാണ് ആ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ആ പ്രൈവറ്റ് മുറിയിൽ ഒരു ബെഡിൽ ഒരു യുവതി അങ്ങനെ കിടക്കുകയാണ്. ആ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ആ ബെഡിൽ കിടക്കുന്ന യുവതിയെ ഒരാൾ ആക്രമിക്കുന്നതാണ്. ശരിക്കും ഒരു റേപ്പാണ് നടക്കുന്നത്. വളരെ ക്രൂരമായി ആ യുവതിയെ റേപ്പ് ചെയ്ത ആ വ്യക്തി അതിനുശേഷം ആ യുവതിയുടെ കഴുത്തിൽ ഇങ്ങനെ ഞെക്കി പിടിക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ആ യുവതിയുടെ ശ്വാസം നിലയ്ക്കുന്നത് കൃത്യമായിട്ടും ആ വീഡിയോയിൽ ദൃശ്യമാണ്. ആ യുവതി മറ്റാരുമല്ല, സാക്ഷാൽ കീത്ത് മോറന്റെ മകൾ തന്നെയാണ്. കീത്ത് മോറന്റെ മകളെ ആ ബെഡിൽ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ആ വ്യക്തിയുടെ ബാക്ക് സൈഡ് മാത്രമേ ആൾക്കാർ കാണാൻ പറ്റൂ. ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ആ ബെഡിന് നേരെ മുൻവശത്തുള്ള ചുവരിലാണ്. ചുവരിൽ നിന്നുള്ള ക്യാമറയുടെ ദൃശ്യം കൃത്യമായിട്ട് ആ മനുഷ്യന്റെ പുറകുവശവും ബെഡിൽ മരിച്ചു കിടക്കുന്ന ആ യുവതിയുടെ മുഖവും കാണിക്കുന്നുണ്ട്. സകലരും അമ്പരപ്പോടെ അങ്ങനെ നോക്കുമ്പോൾ ആ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞ ആ മനുഷ്യനെ കണ്ടതും ആ ഹാളിലുള്ള ഹെക്ടർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ശരിക്കും ഞെട്ടി. അക്ഷരാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് സാക്ഷാൽ ഹെക്ടർ ഹാർമനെയാണ്. ഹെക്ടർ ഹാർമൻ വളരെ കൂളായിട്ട് ആ സ്ത്രീയുടെ അടുത്തുനിന്ന് തിരിയുകയാണ്. ശരിക്കും ആ കാഴ്ച കണ്ട് ഹെക്ടർ ഏതാണ്ട് ഞെട്ടി തരിച്ചു നിൽക്കുകയാണ്. ഇതുവരെ ഹെക്ടറെ ഡിഫെൻഡ് ചെയ്തിരുന്ന നടാഷയും റൂത്തും ജെസ്സിക്കയും ഒന്നും ശബ്ദിക്കാനാവാതെ ആ വീഡിയോയിലേക്ക് തന്നെ മാറി മാറി നോക്കുകയാണ്. ഏതെങ്കിലും ശൈലിയിൽ കൃത്രിമം നടത്തിയ വീഡിയോ ആണെന്നാണ് നടാഷ വീണ്ടും നോക്കുന്നത്. പക്ഷെ ആ കാഴ്ച യാഥാർത്ഥ്യമാണ്. ആ മനുഷ്യൻ സാക്ഷാൽ ഹെക്ടർ ഹാർമൺ തന്നെയാണ്. ആ വീഡിയോ കണ്ട് നിശ്ചലരായി സകലം നിൽക്കുമ്പോൾ കെയ്റ്റ് ഉറക്കെ പറഞ്ഞു, കണ്ടില്ലേ മിസ്റ്റർ ഹെക്ടറുടെ പ്രവൃത്തി കണ്ടില്ലേ? അവളുടെ അങ്കിളാണ് ഹെക്ടർ. പക്ഷെ ഹെക്ടർ ചെയ്ത ആ തെറ്റിനെ അവൾ പെട്ടെന്ന് വിളിച്ചങ്ങ് പറയുകയാണ്, നാണക്കേടായി. ഇനി ഹാർമൺ കുടുംബത്തിലെ നമ്മളൊക്കെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഈ ശൈലിയിൽ പെരുമാറുമെന്ന് നമ്മൾ എങ്ങനെ കരുതുക? കെയ്റ്റ് അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ റൂത്തിനും നടാഷയ്ക്കും ജെസ്സിക്കൊക്കെ എന്ത് പറഞ്ഞെന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. കെയ്റ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് ഗോളടിക്കുകയാണ്. കെയ്റ്റ് ആ വാചകം പറഞ്ഞതും കമാൻഡർ ഹെക്ടറുടെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ ഹെക്ടർ, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം. അങ്ങനെ കമാൻഡർ പറഞ്ഞതും ഹെക്ടർ കമാൻഡറുടെ ഇടുപ്പിൽ തൂക്കിയിട്ടിരുന്ന തോക്ക് വലിച്ചെടുത്തതും ഒരേ നിമിഷത്തിലാണ്. പെട്ടെന്ന് ഹെക്ടർ തോക്ക് വലിച്ചെടുത്തിട്ട് ഹെക്ടറുടെ തലയിലേക്ക് ആ തോക്ക് ചൂണ്ടുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾ തിരിച്ചറിയും മുമ്പ് ഹെക്ടർ നിറയൊഴിക്കുകയും ചെയ്തു. ഹെക്ടർ തലയിലേക്ക് തന്നെ ഹെക്ടർ നിറയൊഴിക്കുകയായിരുന്നു. കമാൻഡർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോ ഹെക്ടർ നിറയൊഴിച്ചു. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് ഹെക്ടർ ആ തോക്ക് വലിച്ചെടുത്തതും നിറയൊഴിച്ചതും. ഹെക്ടർ വിരലമർത്തം കണ്ടതും ജെസ്സിക്ക അലറിപ്പോവുകയാണ്. ഹെക്ടർ! നടാഷയും റൂത്തും ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ഹെക്ടർ അടുത്തേക്ക് ഓടിയ ആ നിമിഷത്തിൽ വെടി ഉതിർന്നു കഴിഞ്ഞിരുന്നു. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോ വെടി പൊട്ടിയിരുന്നു അർത്ഥം. ആ വെടി പൊട്ടിയ ആ നിമിഷത്തിൽ ഒരു ശബ്ദം കൂടി നമ്മൾ കേട്ടു. വെടിയുണ്ട തൊട്ടു പുറകിലുള്ള ചുവരിൽ ശക്തമായി തറയ്ക്കുന്ന സൗണ്ട്. അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഡസ്റ്റിൻ ഹെക്ടർ കയ്യിൽ ഒന്ന് പിടിച്ചുയർത്തിയതാണ്. ആ സെക്കൻഡിൽ ഹെക്ടറുടെ ഉന്നൊന്ന് മാറുകയും വെടിയുണ്ട ഹെക്ടറുടെ മുടിയിഴയിൽ സ്പർശിച്ചുകൊണ്ട് പുറകിലെ ചുവരിൽ തറയ്ക്കുകയും ചെയ്തു. ആ നിമിഷത്ത് തന്നെ ഡസ്റ്റിൻ ഹെക്ടർ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിച്ചു. ഏതാണ്ട് ഒരു ടാബ്ലോ കാണും പോലെയാണ് ജേക്കബും ട്രെന്റും കെയ്റ്റും ഒക്കെ ഈ കാഴ്ച കണ്ടത്. അനങ്ങാൻ പോലും ആകാതെയാണ് അവരൊക്കെ ആ കാഴ്ച കണ്ടത്. ഹെക്ടർക്കെതിരെ വന്ന ആരോപണത്തെ
ഹെക്ടർ ഈ ശൈലിയിൽ പ്രതിരോധിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. അപമാനം സഹിച്ച് പട്ടാളക്കാരുടെ കൂടെ പോകുന്നതിന് പകരം സ്വയം ജീവനൊടുക്കാൻ ഹെക്ടർ തീരുമാനിച്ചതാണ്. ഹെക്ടറുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് ഡസ്റ്റിൻ ഹെക്ടറോട് പറഞ്ഞു, മിസ്റ്റർ ഹെക്ടർ, നിങ്ങൾ ഭയപ്പെടേണ്ട, എനിക്ക് സംഭവം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഞാൻ രക്ഷിച്ചിരിക്കും. ഡസ്റ്റിൻ റൈസ് അങ്ങനെ പറഞ്ഞതും നടാഷ ഹെക്ടറെ കുലുക്കിയിട്ട് അവളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛ, ഞങ്ങൾ കൂടെ ഉണ്ട്, അച്ഛൻ ഭയപ്പെടേണ്ട, അച്ഛൻ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അച്ഛൻ ഈ കുടുംബത്തിന്റെ ഹെഡ് അല്ലേ, അച്ഛൻ എങ്ങനെയാണോ പെരുമാറേണ്ടത്? അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അച്ഛൻ പ്രൂവ് ചെയ്യേണ്ടതല്ലേ? ജെസ്സിക്കയും ഉടൻ ഹെക്ടറോട് പറഞ്ഞു, ഹെക്ടർ, നടാഷ പറഞ്ഞാണ് ശരി, നിങ്ങൾ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പാണ്. പക്ഷെ അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അതിനു പകരം സ്വയം ജീവൻ ഒടുക്കിയാൽ അതിന്റെ അർത്ഥം എന്താണ്? പെട്ടെന്നുണ്ടായ ആ സങ്കടത്തിലും വിഷമത്തിലും ഹെക്ടർ ചെയ്തു പോയ കാര്യത്തെ ജെസ്സിക്കയും നടാഷയും കുറ്റപ്പെടുത്തിയതും ജേക്കബും ഹെക്ടറോട് പറഞ്ഞു, ഹെക്ടർ, നിന്നെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. നീ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പാണ്. നീ ചെയ്ത് തെറ്റായിപ്പോയി. നീ നിന്റെ നിരപരാധിത്വം തെളിയിക്കണം. അനുജനെ കുറിച്ച് ട്രെന്റിനും അത് തന്നെയാണ് അഭിപ്രായം. അതെ അതെ ഹെക്ടർ, ജേക്കബ് പറഞ്ഞാൽ ശരി, നിന്റെ നിരപരാധിത്വം നമുക്ക് തെളിയിക്കാം. ഹെക്ടർ ഹാർമന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഹാർമൺ കുടുംബത്തിന് യഥാർത്ഥത്തിൽ ബാധ്യതയുണ്ട്. ഹാർമൺ കുടുംബത്തിന്റെ തലവനാണ് യഥാർത്ഥത്തിൽ ഹെക്ടർ ഹാർമൺ. അതുകൊണ്ട് തന്നെ ഹാർമൺ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ചേർന്ന് ഹെക്ടറുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടതാണ്. അങ്ങനെ ആളുകൾ പരസ്പരം പറഞ്ഞതും കമാൻഡർ ഹെക്ടറിന്റെ കൈ പിടിച്ചു. ഓക്കെ, ഇനി നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം. കമാൻഡർ ഹെക്ടറുടെ കൈ പിടിച്ച് ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശരിക്കും നിശബ്ദയായി ജെസ്സിക്ക ആ കാഴ്ച കണ്ടു നിൽക്കുകയാണ്. അവൾക്കറിയാം ഹെക്ടർ ഹാർമൺ ആ ശൈലിയിൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ തുനിയുന്ന ആളല്ലെന്ന്. പക്ഷേ തെളിവ് വളരെ വളരെ വ്യക്തമാണ്. ആ വീഡിയോയിൽ അവരെല്ലാവരും കണ്ടതാണ് ഹെക്ടർ ഹാർമനെ. ഹെക്ടറാണ് ആ കുറ്റകൃത്യം ചെയ്തതെന്ന് 100% ഉറപ്പിച്ച് ആർക്കും പറയാൻ കഴിയും ആ വീഡിയോ കണ്ടാൽ. കേറ്റ് പെട്ടെന്ന് ഹെക്ടർ പോയി കഴിഞ്ഞതും എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എന്ത് കണ്ടിട്ടാ മിസ്റ്റർ ഹെക്ടറെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആ വീഡിയോ കണ്ടതല്ലേ? അതിനപ്പുറം തെളിവ് എന്താ വേണ്ടത്? എന്തായാലും നാണക്കേടായി പോയി. കേറ്റ് അത് പറഞ്ഞതും ട്രെന്റ് അയാളുടെ മകളോട് പറഞ്ഞു, കേറ്റ്, സ്റ്റോപ്പ്, ഇത് തർക്കിക്കാൻ പറ്റുന്ന സമയമല്ല. ഹെക്ടറെ എന്തു വില കൊടുത്ത് രക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ട് ട്രെന്റ് അയാൾക്ക് പരിചയമുള്ള ആളുകളെ വിളിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ജേക്കബും. അവർ ഓരോരുത്തരും അവർക്ക് പരിചയമുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ അവിടെ അവശേഷിക്കുന്നത് നടാഷ ഹാർമണും റൂത്തും ജെസ്സിക്കയും ഡസ്റ്റിനും മാത്രമാണ്. ഹാർമൺ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഹെക്ടറെ രക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയാണ്. സാക്ഷാൽ കീത്ത് മോറന്റെ സൈന്യമാണ് ഹെക്ടറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കീത്ത് മോറനോട് ആര് പറഞ്ഞാൽ കീത്ത് അനുകൂലമായ ഒരു തീരുമാനമെടുക്കും? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിനൊപ്പം ഒരു പ്രശ്നമുണ്ട്. കൊല്ലപ്പെട്ടിരിക്കുന്നത് കീത്തിന്റെ മകളാണ്. കീത്തിന്റെ മകളെ കൊന്ന ആളെ വിടാൻ കീത്തിനോട് ആര് പറയും? അനവധി ചോദ്യങ്ങൾ ജെസ്സിക്കയുടെയും നടാഷയുടെയും അതുപോലെ റൂത്തിന്റെയൊക്കെ മനസ്സിലുണ്ട്. ആ 3 സ്ത്രീകളെ നോക്കിയിട്ട് ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ ഒരു കബളിപ്പിക്കൽ നടന്നു എന്നാണ്. എന്റെ ഒരു വിലയിരുത്തൽ വെച്ച് മിസ്റ്റർ ഹെക്ടർ ഈ ശൈലിയിൽ ഒരു കുറ്റകൃത്യം ചെയ്യില്ല. ഡസ്റ്റിൻ ആ കുടുംബത്തിന് പുറത്തുള്ള ആളാണ്. കുടുംബത്തിനകത്തുള്ള ആളായ ജെസ്സിക്കയ്ക്കും നടാഷയ്ക്കും റൂത്തിനുമുള്ള അതേ അഭിപ്രായം തന്നെയാണ് ഡസ്റ്റിൻ റൈസും പറഞ്ഞത്. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞപ്പോ ജെസ്സിക്ക ഡസ്റ്റിനോട് പറഞ്ഞു, അതെ ഡസ്റ്റിൻ, എനിക്കും ആ കാര്യം ഉറപ്പാണ്. പക്ഷേ ആ വീഡിയോ, അങ്ങനെ ജെസ്സിക്ക പറഞ്ഞതും പെട്ടെന്നൊരു ശബ്ദം കേട്ടു. എന്തൊരു സാധനം തൊട്ടടുത്തുള്ള വാതിലിൽ വന്ന് തറച്ച ശബ്ദമാണ് അവർ കേട്ടത്. ശബ്ദം കേട്ട ദിക്കിലേക്ക് നടാഷ നോക്കുമ്പോൾ നടാഷ കാണുന്നത് വാതിലിൽ എന്തോ തറച്ചിരിക്കുന്നതാണ്. നടാഷ ഓടിച്ചെന്ന് ആ തറച്ച സാധനം ഇളക്കിയെടുത്തു. അതൊരു ഹെയർ പിന്നാണ്. ഹെയർ പിൻ ആ വാതിൽ കൃത്യമായി തറച്ചിരിക്കുകയാണ്. ആ തറച്ചിരിക്കുന്ന ആ ഹെയർ പിന്നോടൊപ്പം ഒരു ചെറിയ പേപ്പറുണ്ട്. ആ പേപ്പർ നടാഷ ഇളക്കിയെടുത്തു. ആ പേപ്പറിൽ ഒരു വാചകമുണ്ട്, ഏയ് മിസ്റ്റർ ഡോക്ടർ, എനിക്ക് യഥാർത്ഥ കുറ്റവാളി ആരെന്നറിയാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി 8 മണിക്ക് ക്യൂൻസ് റെസ്റ്റോറന്റിൽ എത്തുക. അസാലിയ. അസാലിയ എന്ന വ്യക്തിയാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. മിസ്റ്ററി ഡോക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് സാക്ഷാൽ ഡസ്റ്റിൻ റൈസിനെയാണ്. ഡസ്റ്റിൻ റൈസ് രാത്രി 8 മണിക്ക് ക്യൂൻസ് റെസ്റ്റോറന്റിൽ ചെന്നാൽ യഥാർത്ഥ കുറ്റവാളിയെ കുറിച്ചുള്ള കാര്യം അറിയാമെന്നാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വായിച്ച് നടാഷ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ആരാ ഈ അസാലിയ? ആ കത്ത് ഒരിക്കൽ കൂടി വായിച്ച ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ, ഇത് ആ സ്ത്രീയാണ്. നിനക്കറിയാം ആ സ്ത്രീയെ. ഡസ്റ്റിൻ, ആരാ ഉദ്ദേശിക്കുന്നത്? ഇത് അന്ന് ഇവിടെ വന്നില്ലേ നിങ്ങളുടെ വാർഷികത്തിന് സെലസ്റ്റയെ അപകടപ്പെടുത്തിയ സ്ത്രീ? ആ സ്ത്രീയാണിത്. ആ ഡാർക്ക് ലോഡിന്റെ ശിഷ്യ. അതെ, അവരാണ് ഈ അസാലിയ. ഡാർക്ക് ലോഡിന്റെ ശിഷ്യയായ അസാലിയ ഹാർമൺ കുടുംബത്തിന്റെ വാർഷികത്തിന്റെ അന്ന് ക്വിന്റിനെയും അതുപോലെ സെലസ്റ്റയും കൊന്നുവെന്ന് മാത്രമല്ല മുഴുവൻ ഹാർമൺ കുടുംബത്തെയും കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കിയ ആളുമാണ്. സകലരെയും കൊല്ലാനായി
വിഷം അവിടെ മുഴുവൻ പരത്തിയ ആളാണ്. അതേ അസാലിയ ഇത് ഡസ്റ്റിനെ ക്യൂൻസ് റെസ്റ്റോറന്റിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അസാലിയെയാണ് ഡസ്റ്റിനെ വിളിച്ചെന്ന് കേട്ടതും നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ അപകടമാണ്. ഡാർക്ക് ലോർഡിന്റെ അനുയായിയായ അസാലിയ ഡസ്റ്റിനെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നൊരു തോന്നൽ നടാഷയ്ക്കുണ്ട്. നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ നമുക്ക് ഒരു കരുതൽ വേണം. നടാഷ അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ അനുകൂലമായിട്ട് ഒന്ന് തലകുലുക്കി. ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞു. രാത്രി 8 മണി. ഡസ്റ്റിൻ ക്യൂൻസ് റെസ്റ്റോറന്റിലെത്തി. സാധാരണഗതിയിൽ നല്ല തിരക്കുള്ള റെസ്റ്റോറന്റ് ആണ് മിൽസ്ബർഗ് ടൗണിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ ക്യൂൻസ് റെസ്റ്റോറന്റ് എന്ന് പറയുന്നത്. പക്ഷെ അന്ന് ആ റെസ്റ്റോറന്റിൽ ഒരു കുഞ്ഞുപോലുമില്ല. ഡസ്റ്റിൻ ആ റെസ്റ്റോറന്റിലേക്ക് കടന്നു. ഒരു ടേബിളിന് അടുത്ത് വന്നിരുന്നു. ജനാലയ്ക്ക് സമീപത്തുള്ള ഒരു ടേബിളാണ് ഡസ്റ്റിൻ തിരഞ്ഞെടുത്തത്. ഡസ്റ്റിൻ ആ ടേബിളിന് അടുത്ത് വന്നിരുന്നതും മെനു കാർഡുമായി ആ റെസ്റ്റോറന്റിന്റെ ഒരു ജോലിക്കാരൻ അടുത്തേക്ക് വന്നു. യൂണിഫോം ധരിച്ച ആ ജോലിക്കാരൻ ഡസ്റ്റിനോട് അവിടെയുള്ള വിഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഡസ്റ്റിൻ ഒരു കോഫിക്കാണ് ഓർഡർ കൊടുത്തത്. അല്പസമയം കഴിഞ്ഞതും കോഫി എത്തി. ഡസ്റ്റിൻ ആ കോഫി കുടിച്ചു തുടങ്ങിയപ്പോൾ ആ റെസ്റ്റോറന്റിനുള്ളിലേക്ക് ചില ആളുകൾ കടന്നു വന്നു. അകത്തേക്ക് കടന്നു വന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ആ ഹോളങ്ങ് വളയുകയാണ്. ആ ആളുകൾ ആ ഹോളങ്ങിനെ വളയുന്ന സമയത്ത് ഡസ്റ്റിൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഫി കുടിക്കുന്ന ഡസ്റ്റിന് അടുത്തേക്ക് നടന്നു വന്ന വ്യക്തി ഡസ്റ്റിനോട് ചോദിച്ചു, ഹലോ, നിങ്ങളാണോ ഡസ്റ്റിൻ റൈസ്? ഹേയ്, നീ എന്നെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ട് അരമണിക്കൂറായില്ലേ? ഞാൻ ആരെന്നറിയാതെയാണോ നീ എന്നെ ഫോളോ ചെയ്തത്? അയാളുടെ ചോദ്യത്തിന് ഡസ്റ്റിൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് ശരി, അപ്പൊ നിനക്ക് ഞാൻ ഫോളോ ചെയ്ത കാര്യം മനസ്സിലായല്ലേ? ഡസ്റ്റിൻ റൈസ് ഹാർമൺ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയ ആ നിമിഷം മുതൽ ഡസ്റ്റിന്റെ പുറകിൽ 2 വാഹനങ്ങളിലായി ആ ടീമുണ്ട്. ഡസ്റ്റിന് ഒരു സംശയവും തോന്നാത്ത ശൈലിയിലാണ് അവർ യഥാർത്ഥത്തിൽ ഡസ്റ്റിനെ ഫോളോ ചെയ്തത്. ഡസ്റ്റിൻ എന്നാൽ അവരെ കണ്ടിരുന്നു. അവരെ താൻ കണ്ട കാര്യം അവരറിയാതിരിക്കാനുള്ള ഒരു കരുതൽ ഡസ്റ്റിൻ എടുത്തു എന്ന് മാത്രം. ആരാണ് അവരെന്ന് അറിയാൻ വേണ്ടിയാണ് ഡസ്റ്റിൻ കണ്ട ഭാവം കാണിക്കാതെ ഈ റെസ്റ്റോറന്റിലേക്ക് വന്നത്. ശരി, നിനക്ക് ഞങ്ങൾ ഇതിനെ ഫോളോ ചെയ്യാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. ഏയ് ഡസ്റ്റിൻ, ആ ക്രിംസൺ റെഡ് ലോട്ടസ് ഞങ്ങൾക്ക് വേണം. ക്രിംസൺ റെഡ് ലോട്ടസിന് വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അത് കേട്ടതും ഡസ്റ്റിൻ അവരോട് ചോദിച്ചു, ആരാ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? ആരായാലെന്താ, ഞങ്ങളുടെ ചോദ്യം നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ കൈവശമുള്ള ക്രിംസൺ റെഡ് ലോട്ടസ് ഞങ്ങൾക്ക് വേണം, അത് നീ ഇപ്പൊ തരണം. ഓഹോ, ഗ്രാൻഡ് കുടുംബമാണോ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? ഏയ്, നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. നിന്റെ കൈവശമുള്ള ആ ക്രിംസൺ റെഡ് ലോട്ടസ് ഇപ്പോ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ ആ ടീമിന്റെ ലീഡർ പറഞ്ഞതും ആ റെസ്റ്റോറന്റ് 2ാമത്തെ നിലയിലെ പടിക്കെട്ടിന്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം. ഹലോ, എന്താ ഇത്? ഒരു ലേഡിയുടെ ശബ്ദമാണ് കേട്ടത്. ശബ്ദം കേട്ട ദിക്കിലേക്ക് ആ ലീഡറുടെ നേതാവും ഡസ്റ്റിനെ വളഞ്ഞിരിക്കുന്ന ആളുകളും നോക്കുമ്പോൾ മുഖത്ത് ഒരു നെറ്റ് ഇട്ടിരിക്കുന്ന ഒരു ലേഡി ആ പടിക്കെട്ട് കൂടി ഇറങ്ങി താഴേക്ക് വരികയാണ്. താഴേക്ക് ഇറങ്ങി വരുന്ന ആ ലേഡിയെ കണ്ട് ആ റെസ്റ്റോറന്റിലെ ഡസ്റ്റിനെ വളഞ്ഞു നിൽക്കുന്ന ആ ഗുണ്ടകൾ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അവര് വാ പൊളിഞ്ഞു പോവുകയാണ്. ശരിക്കും അസാധാരണ സൗന്ദര്യമുള്ള ഒരു സെക്സി ലുക്കുള്ള ഒരു ചെറുപ്പക്കാരിയാണ് ആ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നത്. ഏതൊരാളും ഒന്ന് നോക്കി നിന്ന് പോകത്തക്ക സൗന്ദര്യമുള്ള ഒരു യുവതി ആ പടിക്കെട്ട് വഴി ഇറങ്ങി താഴേക്ക് വരികയാണ്. ആ യുവതിയെ കണ്ടതും ഗുണ്ടകളുടെ നേതാവ് ആ യുവതിയുടെ നേരെ തിരിഞ്ഞു. ഏയ് സുന്ദരി, ആരാ നീ? അയാളുടെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ പടിക്കെട്ടിറങ്ങി ഹാളിലേക്ക് കടന്നു. ഏയ്, നിങ്ങൾ ചെറുപ്പക്കാരേക്ക് എന്നെ ഇങ്ങനെ നോക്കിയാലോ? ചിരിച്ചു കുഴഞ്ഞാണ് അവരുടെ സംഭാഷണം. അവരുടെ ആ ശൈലിയിലുള്ള സംഭാഷണം കേട്ടതും നമ്മുടെ ഗുണ്ടകളൊക്കെ ആ സ്ത്രീയിൽ തന്നെ അങ്ങനെ ലയിച്ചു നിൽക്കുകയാണ്. ശരിക്കും ചിരിച്ചുകൊണ്ട് ആ ഗുണ്ടകളുടെ ഇടയിൽ കൂടി അവർ നടന്ന് മുന്നോട്ട് വരികയാണ്. അത് കണ്ടതും ആ ടീം ലീഡർ ആ സുന്ദരിയോട് പറഞ്ഞു, ഏയ് സുന്ദരി, നീ എന്നോടൊപ്പം വരുന്നോ? ആ നേതാവിന്റെ ചോദ്യം കേട്ടതും സുന്ദരി ചിരിച്ചു. ഏയ്, എനിക്ക് നിങ്ങളോടൊപ്പം വരാനൊന്നും താല്പര്യമില്ല. പക്ഷേ ആ ചെറുപ്പക്കാരൻ വിളിച്ചാൽ ഞാൻ അയാളുടെ കൂടെ പോയേക്കും. ഡസ്റ്റിന്റെ നേരെ വിരൽ ചൂണ്ടിയാണ് ആ സുന്ദരി അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് സുന്ദര, എന്താ ഈ രാത്രി എന്നോടൊപ്പം കൂടുന്നോ? ഏയ്, എനിക്ക് താല്പര്യമില്ല. ഡസ്റ്റിന്റെ മറുപടി ഉടൻ വരികയാണ്. ഡസ്റ്റിൻ അപ്പോഴും ആ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സുന്ദരിയും ചെറുപ്പക്കാരെ ശ്രദ്ധിക്കാതെ ഡസ്റ്റിൻ കോഫി കുടിക്കുകയാണ്. പക്ഷെ ആ സുന്ദരിയുടെ ചോദ്യത്തിന് ഡസ്റ്റിൻ മറുപടിയും പറഞ്ഞു. ആ യുവതിയെ പോലെ സുന്ദരിയായ ഒരു ലേഡി അവളുടെ മുറിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടും താല്പര്യം കാണിക്കാത്ത ഡസ്റ്റിനെ ലേശ കൗതുകത്തോടെയാണ് ആ ഗുണ്ടകൾ ഒരു നിമിഷം നോക്കിയത്. പെട്ടെന്ന് ആ ഗുണ്ടകളുടെ നേതാവ് ആ സുന്ദരിയോട് പറഞ്ഞു, ഹലോ, ഹേയ്, അവനെ വിട്ടേക്ക്, നിങ്ങൾ എന്നോടൊപ്പം വാ. വളരെ രസകരമായി സംസാരിക്കുന്ന ആ സ്ത്രീയോട് അതേപോലെ തന്നെ ഗുണ്ട നേതാവും പറഞ്ഞപ്പോ ആ ലേഡി അവളുടെ കയ്യിലേക്ക് നോക്കി ഒന്ന് ഊതി. അവളുടെ കയ്യിലേക്ക് നോക്കി അവളൊന്ന് ഊതിയപ്പം
അവിടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പൊടി പെട്ടെന്ന് ആ വായുലങ്ങ് ലയിക്കുകയാണ്. ചെറിയൊരു ഗന്ധം സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായി. നല്ല രസമുള്ള സുഗന്ധം. ആ ഗന്ധം ആ ഗുണ്ടകളുടെ നേതാവിന്റെ മൂക്കിന് നേരെ അനുഭവപ്പെട്ടപ്പോ അയാൾ പതുക്കെ അങ്ങ് വലിച്ചെടുത്തു. ഹായ്. അതേ ശൈലിയിൽ ആ ഗുണ്ടകളൊക്കെ ആ ഗന്ധം ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. ആ ഗന്ധം വലിച്ചെടുത്തുകൊണ്ട് ആ നേതാവും ഗുണ്ടകളും ആ സുന്ദരിയോട് പറയുകയും ചെയ്തു, ഏയ് സുന്ദരി, നല്ല രസമുള്ള ഗന്ധം, നിന്റെ പെർഫ്യൂമാണോ ഇത്? അങ്ങനെ ആ ഗുണ്ടകൾ ചോദിച്ചതും ഗുണ്ടകളുടെ കൂട്ടത്തിലെ ഒരാൾ ഒന്ന് ചുമച്ചു. അയാളുടെ ചുമ തീരുന്നതിന് മുമ്പ് അടുത്ത ആൾ ഒന്ന് ചുമക്കുകയാണ്. ആ നിമിഷത്ത് തന്നെ ഗുണ്ടകളുടെ നേതാവ് കൂടുള്ളവരോട് പറഞ്ഞു, ഏയ് ഇത് വിഷമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ നേതാവ് അയാളുടെ മൂക്കും വായും ഒന്ന് അമർത്തി പിടിച്ചപ്പോഴേക്കും അയാൾ ഉൾപ്പെടെ സകലരും താഴേക്ക് വീണു. ശരിക്കും ശക്തമായ ഒരു വിഷമാണ് തങ്ങൾ മൂക്കിലേക്ക് വലിച്ചു കയറ്റിയെന്ന് താഴേക്ക് വീഴുന്ന ആ നിമിഷത്തിൽ ഗുണ്ടകൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ തറ വീണ ഗുണ്ടകൾ ഒന്നനങ്ങി നിശ്ചലമായി. ഈ സമയത്ത് ഈ കാഴ്ച ഒന്നും നോക്കാതെ ഡസൻ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുഴുവൻ ഗുണ്ടകളും ഒന്ന് പിടഞ്ഞ് നിശ്ചലമായി. ആ ഗുണ്ടകളൊക്കെ നിശ്ചലമായതും ആ ലേഡി ഡസ്റ്റനോട് പറഞ്ഞു, മിസ്റ്റർ ഡോക്ടർ, നിങ്ങൾ ഞാനാ രക്ഷിച്ചത്. ഓ, അതൊന്നും വലിയ കാര്യമില്ല. അവർ വിചാരിച്ചാലും എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ആ വിഷവാതകം പടർന്നിട്ടും ഡസ്റ്റിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് ആ വിഷവാതകം പടർത്തിയ ആ സ്ത്രീക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഡസൻ ആ സ്ത്രീയോട് ചോദിച്ചു, അസ്ലിയ, ഹെക്ടർ നിരപരാധിയാണ് തെളിയിക്കാനുള്ള തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എവിടെയാ തെളിവ്? ആ ലേഡി അസലിയാണെന്ന് ഡസൻ ഡയസിന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഡസൻ അങ്ങനെ ചോദിച്ചതും അസലിയ ഒന്ന് ചിരിച്ചു. ഹേയ് മിസ്റ്റർ ഡോക്ടർ, നിങ്ങള് ധൃതി പിടിക്കാതെ, അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഡസ്റ്റിന് നേരെ എതിരെയുള്ള സീറ്റിലിരുന്നു. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾക്ക് ആവശ്യമുള്ള തെളിവ് ഞാൻ നൽകാം, പക്ഷെ നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ഡസ്റ്റിൻ, നിങ്ങളൊരു അസാധ്യ കപ്പാസിറ്റി ഉള്ള ഒരു മിസ്റ്ററി ഡോക്ടറാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റും. അസ്ലിയ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ അസ്ലിയോട് പറഞ്ഞു, അതിന് നിങ്ങൾക്ക് വേറെ അസുഖമൊന്നുമില്ലല്ലോ. ഡസ്റ്റിൻ, അസുഖം എനിക്കുണ്ട്. എന്നെ ഒരാള് നിയന്ത്രിക്കുന്നു, അതാണ് എന്റെ അസുഖം. നിങ്ങൾ നിയന്ത്രിക്കുന്നു? അതെ, എന്റെ മെന്റർ എന്നെ നിയന്ത്രിക്കുകയാണ്. എന്റെ ശരീരത്തിനുള്ളിൽ അയാൾ സ്ഥാപിച്ചിരിക്കുന്ന എന്തോ വസ്തുക്കളുണ്ട്, അത് ഉപയോഗിച്ച അയാൾ എന്നെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ അത് എടുത്തു മാറ്റിയാൽ നിങ്ങൾക്ക് ഞാൻ ഹെക്ടർ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള തെളിവ് തരാം. ഏയ്, നിങ്ങൾ ആദ്യം തെളിവ് നൽകിയാൽ ഉറപ്പായും നിങ്ങളുടെ ഉള്ളിലുള്ള വസ്തു എന്താണെങ്കിലും ഞാൻ അത് പുറത്തെടുക്കാം. ഹേയ് ഡസ്റ്റിൻ, നിങ്ങൾ ചിലപ്പോൾ എന്നെ പറ്റിച്ചാലോ? നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഹെക്ടറുടെ ലൈഫ് രക്ഷിക്കാന്നുള്ളതാണ്. ഞാൻ നൽകുന്ന തെളിവ് ഉപയോഗിച്ച് നിങ്ങൾ ഹെക്ടർ രക്ഷിച്ചിട്ട് എന്നെ ഒഴിവാക്കിയാൽ ഞാൻ പെട്ടുപോയില്ലേ? അസലിയ അങ്ങനെ പറഞ്ഞതും ഹെക്ടർ അസലിയോട് പറഞ്ഞു, ഓക്കെ, നീ വാ തുറക്ക്. അസലിയോട് വാ തുറക്കാൻ പറഞ്ഞതും അവരുടെ മുഖം കവർ ചെയ്തിരിക്കുന്ന ആ തുണി അവർ സാവധാനം ഒന്ന് പോക്കി. അവരുടെ വാ മാത്രം കാണത്തക്ക അത്രയും പൊക്കത്തിലേക്ക് ആ തുണി ഒന്ന് പൊക്കിയതും ഡസ്റ്റിൻ ഒരു ടാബ്ലറ്റ് അസലിയുടെ വായിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആ ടാബ്ലറ്റ് അസലിയുടെ വായിലേക്ക് വീണ് കഴിഞ്ഞതും ഡസ്റ്റിൻ ഒരു നീഡിലെടുത്ത് അസലിയുടെ ശരീരത്തിൽ പല ഭാഗത്തും അതിവേഗം കുത്തുകയാണ്. ശരിക്കും ഒരു മാജിക് തന്നെ ഡസ്റ്റിൻ അവിടെ ശരീരത്തിൽ ചെയ്യുകയാണ്. അസലയുടെ വയറിന് ചുറ്റുമായി അതിവേഗത്തിലാണ് ഡസ്റ്റിൻ ആ നീഡിൽ കുത്തി ഇറക്കിയത്. അസലയുടെ വയറിന് ചുറ്റുമായി ലൈറ്റനിങ് വേഗത്തിലാണ് ഡസ്റ്റിൻ ആ നീഡിൽ ഇങ്ങനെ കുത്തി ഇറക്കിയത്. കുത്തുന്നു എടുക്കുന്നു അങ്ങനെ പറവറ ചെയ്യുകയാണ്. ആ നീഡിലുകൾ പറവറ അങ്ങനെ കുത്തി ഇറക്കിയതും പെട്ടെന്ന് അസലിയക്ക് ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി വരികയാണ്. അസലിയ അവിടെ ആ ഫ്ലോറിലേക്ക് തന്നെ ഛർദ്ദിച്ചതും ഒരു കുടം രക്തം പുറത്തേക്ക് വീണു. ആ രക്തത്തിലേക്ക് നോക്കിയ അസലിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം വരികയാണ്. അവൾ ഛർദ്ദിച്ച ആ രക്തത്തിൽ ഒരു അട്ട കിടന്ന് പുളയുന്നത് കൃത്യമായിട്ട് കാണാം. നല്ല നീളമുള്ള ഒരു അട്ട. ആ അട്ടയെ കണ്ടതും അവൾ മേശപ്പുറത്തിരുന്ന ഒരു പാത്രമെടുത്ത് അതിൽ അല്പം വെള്ളം നിറച്ചിട്ട് ആ അട്ടയെ ഒരു ഫോർക്ക് കൊണ്ട് കോരി ആ പാത്രത്തിലേക്ക് ഇട്ട് ആ പാത്രം അങ്ങ് അടച്ചു. അങ്ങനെ ചെയ്തുകൊണ്ട് അസലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഈ അട്ടയെ ഉപയോഗിച്ചാണ് അയാൾ എന്നെ നിയന്ത്രിക്കുന്നത്. ഇത് ചത്താൽ അയാൾ അറിയും. അതുകൊണ്ടാണ് അവൾ അതിനെ കൊല്ലാതെ ആ പാത്രത്തിൽ സൂക്ഷിക്കുന്നത്. അസലിയുടെ ആ പ്രവൃത്തികൾ ശ്രദ്ധാപൂർവം കണ്ടിരുന്ന ഡസൻ അസലിയോട് ചോദിച്ചു, ഇനി പറ, ഹെക്ടർ കുടുക്കിയത് എങ്ങനെയാണ്? ഡസൻ, നീ ഒരു മണ്ടനായിപ്പോയല്ലോ. ആരെങ്കിലും പെണ്ണുങ്ങൾ പറയുന്നത് വിശ്വസിക്കൂ, പ്രത്യേകിച്ച് സുന്ദരിമാരായ പെണ്ണുങ്ങൾ? അസലിയ ഹെക്ടറെ കുറിച്ചുള്ള വിവരങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഡസൻ ഡൈസിനെ അവിടെ വിളിച്ചു വരുത്തിയത്. അസലിയ ആ പേര് പറഞ്ഞ് ഡസ്റ്റിനെ കബളിപ്പിച്ചതാണെന്ന് അസലിയ പറഞ്ഞതും മുന്നോട്ടാഞ്ഞ ഡസ്റ്റിൻ അസലയുടെ കഴുത്തി പിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. അസലയുടെ കഴുത്തി പിടിച്ച ഡസ്റ്റിൻ അസലയെ ഇങ്ങനെ പൊക്കി നിർത്തിയതും അസലയ ഒന്ന് ചിരിച്ചു. ഡസ്റ്റിൻ, ഇത് എന്തൊരു പിടിയാണ്! ശരിക്കും ഡസ്റ്റിൻ മുറുക്കി പിടിച്ചിരിക്കുമ്പോഴും അസലയ ചിരിച്ചുകൊണ്ട് ഡസ്റ്റിനോട് സംസാരിക്കുന്നത്. ഡസ്റ്റിൻ,
നീ ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ ഞാൻ ചത്തുപോയാൽ നിനക്ക് ഹെക്ടർ രക്ഷിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല ഡസ്റ്റിൻ, നടാഷയും നിനക്ക് രക്ഷിക്കാൻ പറ്റില്ല. നടാഷയോ? അതെ ഡസ്റ്റിൻ, നടാഷ അപകടത്തിലാണ്. നടാഷ അപകടത്തിലോ? എങ്ങനെ? അങ്ങനെ ഡസ്റ്റിൻ ചോദിച്ചതും അവൾ കണ്ണുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് ആംഗ്യം കാണിച്ചു. ഡസ്റ്റിൻ അവളുടെ കഴുത്തിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അവൾ കണ്ണുകൊണ്ട് കഴുത്ത് കാണിച്ചത്. അവൾ കണ്ണുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് ഡസ്റ്റിന് ശ്രദ്ധ കൊണ്ടുവന്നത്. ഡസ്റ്റിൻ ഉടൻ അവളുടെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. അവൾ താഴേക്ക് വീണു. താഴേക്ക് വീണ അസിലിയ ഒന്ന് ചിരിച്ചു. ഹേ ഡസ്റ്റിൻ, ഇത് എന്തൊരു പിടിയാ പിടിച്ചത്? പെണ്ണുങ്ങളുടെ കഴുത്തിൽ ഇങ്ങനെ ആരെങ്കിലും പിടിക്കൂ? അങ്ങനെ പറഞ്ഞിട്ട് അവൾ തറയിൽ എണീറ്റ് ഡസ്റ്റിന് മുന്നുള്ള കസലിലിരുന്നു. കസലിലിരുന്ന അസിലിയ അവളുടെ വലത് കൈയിലെ ചൂണ്ടുവിരലും തള്ളവിരലും ഒന്ന് കറക്കിയതും അവളുടെ ഉള്ളം കൈയിൽ നിന്ന് ഒരു പേപ്പർ പറന്നു വന്ന് ഡസ്റ്റിന് അടുത്ത് വീണു. ആ പേപ്പർ ഡസ്റ്റിനെ എടുക്കാൻ തുടങ്ങിയതും അവൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, അതിൽ ഹാർമണെ കുടുക്കിയ ആ വ്യക്തി താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ അഡ്രസ് ഉണ്ട്. ഡസ്റ്റിൻ ആ പേപ്പർ കയ്യിലെടുത്തു. ആ പേപ്പർ ഡസ്റ്റിൻ കയ്യിലെടുത്തതും അസലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇയാള് 1 മണിക്കൂർ കൂടിയേ ആ ബിൽഡിങ്ങിൽ കാണും. അത് കേട്ടതും ഡസ്റ്റിൻ പേപ്പറുമായി എണീറ്റു. കടലാസുമായി സീറ്റിൽ എണീറ്റ ഡസ്റ്റിൻ പെട്ടെന്ന് അസിലിയോട് ചോദിച്ചു, അല്ല, നടാഷയെ കുറിച്ച് നീ എന്തോ പറഞ്ഞല്ലോ, നടാഷ അപകടത്തിലാണെന്ന്. അതെ, നടാഷ അപകടത്തിലാണ്. ഏയ് അസലിയ, നടാഷ ഹാർമൺ കുടുംബത്തിലാണ്, അവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും അസിലിയ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് അറിയാവൂ? അസലയുടെ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഡസ്റ്റിൻ അസലെ തന്നെ നോക്കിയതും അസലയ ഡസ്റ്റിനോട് പറഞ്ഞു, ഇത് മുഴുവൻ ചെയ്തത് ഗ്രാൻഡ് കുടുംബമാണ്. ഞാൻ എന്റെ ആളുകളെ ഗ്രാൻഡ് കുടുംബത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. എന്റെ ചാരന്മാരവർ. അവര് വഴി കിട്ടിയ വിവരമാണ്. ഗ്രാൻഡ് കുടുംബമാണ് ഹെക്ടർ കുടുക്കിയത്. ആ കാര്യമാണ് അസലിയ ഡസ്റ്റിനോട് പറഞ്ഞത്. ഗ്രാൻഡ് കുടുംബം? അതേ ഡസ്റ്റിൻ, അവരുടെ ലക്ഷ്യം ഹെക്ടർ അല്ല, അവരുടെ ലക്ഷ്യം നടാഷയാണ്. അസലിയ, നീ പറയുന്നത്? അതെ ഡസ്റ്റിൻ, നടാഷയെ അവർ ഹാർമൺ കുടുംബത്തിൽ നിന്ന് പുറത്തെത്തിക്കും. അതിനവർക്ക് 100,000 മാർഗങ്ങളുണ്ട്. നടാഷ ഹാർമൺ കുടുംബത്തിനകത്ത് ശരിക്കും സേഫാണ്. പക്ഷെ അവിടെ നിന്ന് അവളെ പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ ആ സേഫ്റ്റി ഉറപ്പാക്കാൻ പറ്റില്ല. അസിലിയ അത് പറഞ്ഞതും ഡസ്റ്റിൻ നടാഷയെ വിളിച്ചു. നടാഷയെ വിളിച്ചപ്പോ ഫോൺ കണക്ട് ആവുന്നില്ല. നടാഷയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ച ഡസ്റ്റിനെ നടാഷയെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അസിലിയ ഡസ്റ്റിനോട് പറഞ്ഞു, എന്താ നടാഷയെ കിട്ടുന്നില്ല അല്ലേ? ഡസ്റ്റിൻ, നിങ്ങളുടെ മുന്നിൽ ഇപ്പോ 2 കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് നടാഷയെ രക്ഷിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെക്ടർ രക്ഷിക്കാം. 2-1 നിങ്ങൾക്ക് പറ്റൂ. അസിലിയ അത് പറഞ്ഞതും ഡസ്റ്റിൻ അസിലിയോട് പറഞ്ഞു, ഹേയ്, ഞാനേ കൊച്ചുകുട്ടിയൊന്നുമല്ല, ഏതെങ്കിലും ഒന്നെടുക്കാൻ, എനിക്ക് 2 വേണം. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ ജനാലയ്ക്ക് നേരെ നോക്കി കൈകൊണ്ടൊരു ആക്ഷൻ കാണിച്ചു. ഡസ്റ്റിൻ ജനാലയ്ക്ക് നേരെ നോക്കി കൈകൊണ്ട് ആക്ഷൻ കാണിച്ചതും പെട്ടെന്ന് ആ മുറിക്കുള്ളിലേക്ക് അനവധി ആളുകൾ കടന്നു വന്നു. ജനാലയിൽ കൂടി അവരങ്ങനെ പറന്ന് അകത്തേക്ക് അടക്കുകയായിരുന്നു. അകത്തേക്ക് വന്നത് ഹാർമൺ കുടുംബത്തിന്റെ ഷാഡോ ഗാർഡുകളുടെ ഹെഡ് സാക്ഷൽ ഇൻഗ്രിഡും അവളുടെ കൂട്ടുകാരുമാണ്. ഇൻഗ്രിഡും ടീമും അകത്തേക്ക് വന്നതും ഡസ്റ്റിൻ ആ പേപ്പർ ഇൻഗ്രിഡിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ പേപ്പർ ഇൻഗ്രിഡിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഡസ്റ്റിൻ ഇൻഗ്രിഡിനോട് പറഞ്ഞു, ഹെക്ടറെ കുടുക്കിയ ആള് അവിടെ ഉണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലുക. 1 മണിക്കൂർ വരെ അയാളുടെ കാണും. അയാളെ പിടികൂടണം. മിസ്റ്റർ റൈസ്, നിങ്ങൾ ഡസ്റ്റിൻ റൈസിന് സംരക്ഷണം കൊടുക്കാനായിട്ടാണ് യഥാർത്ഥത്തിൽ ഇൻഗ്രിഡും കൂട്ടരും അവിടെ വന്നത്. ഡസ്റ്റിന് ആവശ്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കാനായി അവർ ആ ബിൽഡിങ്ങിന് ചുറ്റും പതുങ്ങി നിൽക്കുകയായിരുന്നു. ഡസ്റ്റിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഡസ്റ്റിൻ ഇൻഗ്രിഡിനോട് പറഞ്ഞു, സാരമില്ല, ഞാൻ മറ്റൊരു സ്ഥലം വരെ പോവുകയാണ്. നിങ്ങൾ എന്തായാലും ഈ അഡ്രസ്സിൽ ചെന്ന് അവിടെയുള്ള ആളെ പിടികൂടും. അങ്ങനെ ഇൻഗ്രിഡിനോട് പറഞ്ഞിട്ട് ഡസ്റ്റിൻ റൂത്തിനെ വിളിച്ചു. റൂത്ത്, നടാഷ ഉണ്ടോ അവിടെ? ഇല്ല മിസ്റ്റർ റൈസ്, നടാഷ ഇപ്പൊ പുറത്തുപോയി. നടാഷ പുറത്തുപോയെന്നോ? അതെ, നടാഷ പുറത്തുപോയി. എങ്ങോട്ടാ പോയേ? നടാഷ കുറച്ച് ഷാഡോ ഗാർഡുകളുമായി ബേസിൽ ടവറിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ റൂത്ത്, നടാഷ അപകടത്തിലാണ്. നീ എത്രയും പെട്ടെന്ന് നടാഷയ്ക്ക് സെക്യൂരിറ്റി എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് അസലയെ ഒന്ന് നോക്കിയിട്ട് ഡസ്റ്റിൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. തന്റെ അടുത്ത് നിന്ന് അതിവേഗം പുറത്തേക്ക് പോകുന്ന ഡസ്റ്റിൻ റൈസിനെ കണ്ണു വയ്ക്കാതെ നോക്കി നിൽക്കുകയാണ് അസലിയ. ഈ സമയത്ത് ബേസിൽ ടവറിൽ ഒരു പാർട്ടി നടക്കുകയാണ്. ആ പാർട്ടി ശരിക്കും കൗതുകമുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ സജീവമായി പങ്കെടുക്കുന്ന ആളുകളൊക്കെയും മുഖംമൂടി ധരിച്ചിരിക്കുകയാണ്. ഒരുപാട് യുവതികളും യുവാക്കളും ആ പാർട്ടി പങ്കെടുക്കുകയാണ്. മുഖംമൂടി ധരിച്ചിരിക്കുന്ന ആ യുവതികളും യുവാക്കളും വല്ലാത്ത സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെരുമാറുന്നത്. ഇഷ്ടംപോലെ വൈനും വിവിധ തരത്തിലുള്ള മദ്യവും അവിടെ സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. മുഖംമൂടി ധരിച്ച ചെറുപ്പക്കാർ യുവതികൾക്കിടയിലേക്കും യുവതികൾ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഇഷ്ടംപോലെ കയറി ഇറങ്ങുന്നതും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഹത്ത് തൊടുന്നതൊക്കെ ഒരു തമാശയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് സാക്ഷൽ ജയില ടൈലർ. അവൾ ആ ചെറുപ്പക്കാരുടെ ആ ആക്ടിവിറ്റീസ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ജയിലിന്റെ അടുത്ത് വന്ന് ജയിലോട് പറഞ്ഞു, മാഡം, മിസ് ഹാർമൺ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അവിടെ കൊണ്ടുപോവാ. അടുത്ത നിമിഷത്തിൽ ആ ഹാളിനുള്ളിലേക്ക് സുന്ദരിയായ നടാഷ ഹാർമൺ കടന്നു വന്നു. ആ ഹാളിനുള്ളിലേക്ക് കടന്ന നടാഷ ശരിക്കും ഒന്ന് അമ്പരന്ന് പോയിരിക്കുകയാണ്. അവൾക്ക് വളരെ വ്യക്തമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാം.
ആ മുഖംമൂടി ധരിച്ച ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നടാഷ ജയിലിയുടെ അടുത്തേക്ക് വന്നത്. തികച്ചും അമ്പരപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ആൾക്കൂട്ടം ചെയ്യുന്നത്. താൻ ഒരു വല്ലാത്ത സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ആ കാഴ്ച അതാണ് നടാഷയോട് വിളിച്ചു പറഞ്ഞത്. നടാഷ ജയിലിയുടെ അടുത്ത് വന്നു. മിസ് ജയില, എവിടെ അച്ഛന് അനുകൂലമായ തെളിവുകൾ? ഹെക്ടറെ രക്ഷിക്കാനുള്ള ചില തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് ജയില നടാഷയോട് വിളിച്ചു പറഞ്ഞപ്പോ ആ തെളിവുകൾ സംഘടിപ്പിക്കാനായിട്ടാണ് നടാഷ യഥാർത്ഥത്തിൽ ജയില വിളിച്ച സ്ഥലത്തേക്ക് വന്നത്. ഹെക്ടർ ഹാർമണെ രക്ഷിക്കാനായി ഹാർമൺ കുടുംബത്തിലെ എല്ലാ ആളുകളും അവർക്ക് പരിചയമുള്ള മുഴുവൻ ബന്ധങ്ങളും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഹെക്ടറെ രക്ഷിക്കാൻ കഴിയുന്ന ചില തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് ജയില നടാഷയെ ഈ ബേസിൽ ടവറിലേക്ക് വിളിക്കുന്നത്. നടാഷയുടെ ചോദ്യം കേട്ടതും ജയില ചിരിച്ചു. ഹേയ് നടാഷ, നീ ഒരു മണ്ടി തന്നെ. നീ അല്ലാതെ ആരെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് ഇവിടേക്ക് ഇറങ്ങി വരൂ. തന്നെ കൊടുക്കാൻ വേണ്ടി ജയില അങ്ങോട്ട് വിളിച്ചതാണ്. ജയിലയുടെ മറുപടി വളരെ വ്യക്തമാണ്. ജയില ഒന്നും ഒളിച്ചു വെക്കാതെയാണ് സംസാരിക്കുന്നത്. ഏയ് ജയില, നിങ്ങൾ എന്തായി പറയുന്നത്? അച്ഛനെ രക്ഷിക്കാനുള്ള തെളിവ് തരാന്ന് പറഞ്ഞില്ല നിങ്ങൾ എന്നെ വിളിച്ചത്? ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്. നിന്റെ അച്ഛനെ രക്ഷിക്കാനുള്ള തെളിവൊക്കെ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാനത് തരണമെങ്കിൽ നീ ചില കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണമെന്നാ ജയില പറയുന്നത്? നീ മുട്ടുകുത്തണം എന്റെ മുന്നിൽ. മുട്ടുകുത്തി നീ മാപ്പ് പറയണം. നിന്റെ വീട്ടിൽ വന്നപ്പോ കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് നീ ഞങ്ങളെ അപമാനിച്ചില്ലേ? അതുകൊണ്ട് നീ മാപ്പ് പറയും. ഏയ് ജയില, നീ അതിര് കടക്കുകയാണ്. നോക്ക് നടാഷ, നിന്റെ അച്ഛനെ രക്ഷിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നീ മുട്ടുകുത്തിയാൽ മതി. ഹെക്ടർ ഹാർമണെ രക്ഷിക്കാൻ മുട്ടുകുത്തുക അല്ലാതെ വേറെ മാർഗമില്ല എന്ന ശൈലിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ജയില സാക്ഷാൽ ടൈലറുടെ സഹോദരിയാണ്. അവൾ വിചാരിച്ചാൽ ഹെക്ടർ ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റിയേക്കും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായതും നടാഷ ജയിലയുടെ മുന്നിൽ മുട്ടുകുത്തി. കൊള്ളാം, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തല്ലോ, നീ ഇനി ക്ഷമ പറ. ജയില ക്ഷമിക്കണം. അങ്ങനെ നടാഷ പറഞ്ഞതും ജയില നടാഷയോട് പറഞ്ഞു, ഓക്കെ, എന്തായാലും നീ മുട്ടുകുത്തിയ സ്ഥിതിക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യും. നീ നിന്റെ ഡ്രസ്സ് ഒന്ന് അഴിച്ച്. ഡ്രസ്സ് അഴിക്കാനോ? അതെ, ഡ്രസ്സ് അഴിക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നീ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒന്ന് അഴിക്കണം. ഏയ് ജയില, നീ വലതങ്ങ് വിളയരുതേ. നടാഷ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചാടി എണീറ്റ് നടാഷ ജയിലയോട് പറഞ്ഞു, ഏയ് ജയില, ഞാൻ ഒറ്റയ്ക്ക് നിന്റെ ഈ താവളത്തിലേക്ക് കയറി വരുമെന്ന് നീ കരുതിയോ? നടാഷയുടെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ടാണ് ജയില മറു ചോദ്യം ചോദിച്ചത്. ഓഹോ, നീ വേറെ ആളുകളുമായിട്ടാണ് വന്നത്? ആരാണ് അവർ? അങ്ങനെ ജയില ചോദിച്ചതും നടാഷ ഒന്ന് വിരൽ ചൊടിച്ചു. ഏയ് ബാ! അവൾ കുറച്ച് ഷാഡോ ഗാർഡുകളുമായിട്ടാണ് അവിടേക്ക് വന്നത്. ആ ഷാഡോ ഗാർഡുകളെയാണ് നടാഷ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ഷാഡോ ഗാർഡുകളെ അകത്തേക്ക് വരാൻ കൈ ജോടിച്ച് വിളിച്ച നടാഷ വാതിൽക്കലേക്ക് നോക്കിയിട്ട് ഒരു അനക്കവുമില്ല. ആരും അകത്തേക്ക് വരുന്നില്ല. നടാഷ ഉറക്കെ പുറത്തേക്ക് നോക്കി വിളിച്ചു, ഏയ് അകത്തോട്ട് വാ. നടാഷ ഒരിക്കൽ കൂടി അങ്ങനെ പറഞ്ഞതും ചില ആളുകൾ അകത്തേക്ക് വന്നു തുടങ്ങി. അകത്തേക്ക് വരുന്ന ആളുകൾ നടാഷ കൊണ്ടുവന്ന ആളുകളല്ല. പക്ഷേ ആ വരുന്ന ആളുകൾ എന്തോ വലിച്ചുകൊണ്ട് വരികയാണ്. ശരിക്കും അമ്പരപ്പോടുകൂടിയാണ് നടാഷ കാഴ്ച കണ്ടത്. അകത്തേക്ക് വന്ന ആളുകൾ കുറെ ആളുകളെ വലിച്ചുകൊണ്ടുവന്ന് നടാഷയുടെ മുന്നിലിട്ടു. തന്റെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെട്ട ആ ആളുകളുടെ മുഖം കണ്ട നടാഷ ശരിക്കും വിറച്ചു പോവുകയാണ്. അവളുടെ ഹാർമൺ കുടുംബത്തിലെ എലൈറ്റ് ഗാർഡുകൾ എന്ന് വിളിക്കാൻ കഴിയുന്ന ഷാഡോ ഗാർഡുകളുടെ ഡെഡ് ബോഡികളാണ് അവിടേക്ക് വലിച്ചുകൊണ്ട് വന്നത്. നടാഷയ്ക്കൊപ്പം വന്ന മുഴുവൻ ഷാഡോ ഗാർഡുകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ യാഥാർത്ഥ്യം ആ നിമിഷത്ത് തന്നെ നടാഷ മനസ്സിലേക്ക് വരികയാണ്. നടാഷയുടെ മുഖത്ത് ഒരു പരിഭ്രമം വന്നു തുടങ്ങുകയാണ്. നടാഷയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ജയില പറഞ്ഞു, നടാഷ, ഇവരെയല്ലേ നീ സഹായത്തിനായി വിളിക്കാൻ ശ്രമിച്ചത്? ഏയ് ജയില, നീ അതിരുവിട്ട് കളിക്കുകയാണ്. ആ നിമിഷത്തിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് നടാഷ അങ്ങനെ പറഞ്ഞതും ജയില അവളുടെ അടുത്ത് നിൽക്കുന്ന രണ്ട് സ്ത്രീകളെ നോക്കി അവരോട് പറഞ്ഞു, അവളെ പിടിച്ചു നിർത്ത്. കേൾക്കേണ്ട താമസം ആ രണ്ട് സ്ത്രീകളും ആക്ച്വലി അവർ ബോഡി ഗാർഡുകളാണ്. നടാഷയുടെ ഇരു കൈകളിലും പിടിച്ചു. നടാഷ ഏതാണ്ട് ബന്ധനസ്ഥയാക്കി നിർത്തിയതുപോലെയുണ്ട്. അവളുടെ രണ്ട് കൈകളിലും ആ ബോഡി ഗാർഡുകൾ പിടിച്ചതും ജയില നടന്ന് നടാഷയുടെ മുന്നിൽ വന്നു. നിനക്ക് സ്വന്തമായിട്ട് നിന്റെ ഡ്രസ്സ് അഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജയില നടാഷയുടെ ഷർട്ടിൽ ഒരു പിടി, ശക്തമായ ഷർട്ടിൽ ജയില വലിച്ചു പിടിച്ചതും ഷർട്ട് നടാഷയുടെ പുറത്തുനിന്ന് അടർന്നു മാറി. ശരിക്കും ജയില ആ ഷർട്ട് വലിച്ചു കീറുകയായിരുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നടാഷയുടെ ഷർട്ട് മുഴുവൻ വലിച്ചു കീറി. ഇപ്പോ അരയ്ക്ക് മുകളിലോട്ട് നടാഷയ്ക്ക് ആ അണ്ടർ ഗാർമെന്റ് മാത്രമാണ് ഉള്ളത്. ഈ കാഴ്ച ആ മുഖംമൂടി വെച്ച മുഴുവൻ ആളുകളും കാണുകയാണ്. സുന്ദരിയായ നടാഷ ഹാർമണെ ശരിക്കും അതിശയത്തോടുകൂടി ആ ചെറുപ്പക്കാർ ഒന്നടങ്കം നോക്കി തുടങ്ങി. ചെറുപ്പക്കാരെന്ന് പറയാൻ കഴിയാത്ത ആളുകളും ആ കൂട്ടത്തിലുണ്ട്. പല പ്രായത്തിലുള്ള ആളുകളാണ്. മുഖംമൂടി വെച്ചിരിക്കുന്നതുകൊണ്ട് ആരെയും ആർക്കും അറിയില്ലെന്ന് മാത്രം. ജയില, നീ എന്തായി ചെയ്യുന്നത്? നടാഷ അങ്ങനെ ചോദിച്ചതും ജയില നടാഷയുടെ സ്കർട്ടും വലിച്ചു താഴ്ത്തി. ഇപ്പോ നടാഷ
അണ്ടർ ഗാർമെന്റ്സ് മാത്രം ധരിച്ച് അവിടെ നിൽക്കുകയാണ്. അത് കണ്ടതും ജയില ഒന്ന് ചിരിച്ചു. ഹേയ് നടാഷ, നീ വലിയ സുന്ദരിയാണെന്ന് നിനക്കൊരു അഭിപ്രായമുണ്ടല്ലേ? എനിക്കറിയാം നിനക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന്. ഒരു കാര്യം ചെയ്യാം, നിന്റെ സൗന്ദര്യം ഞാൻ അങ്ങ് ഇല്ലാതാക്കാം. ജയില എന്താണോ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെ നടാഷ അമ്പരന്ന് നിൽക്കുമ്പോൾ ജയില അവളുടെ കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കത്തി ഇങ്ങ് വാങ്ങിച്ചു. കത്തി കയ്യിൽ വാങ്ങിച്ച ജയില നടാഷയുടെ മുന്നിലേക്ക് വന്നു. നടാഷ അമ്പരപ്പോട് നോക്കുമ്പോൾ ജയില ആ കത്തി നടാഷ മുന്നിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് നടാഷയുടെ കവിളിൽ ഒരൊറ്റ വര. ശരിക്കും സുന്ദരിയാണ് നടാഷ ഹാർമൺ. ആ നടാഷ ഹാർമന്റെ കവിളിലൂടെയാണ് ആ കത്തി ഇങ്ങ് വരച്ചത്. സ്വാഭാവികമായിട്ട് ആ കത്തി നെറ്റി മുതൽ കവിള് വഴി താടി വഴി മുറിഞ്ഞിങ്ങ് പോയിരിക്കുകയാണ്. നല്ലൊരു വര വീണിരിക്കുകയാണ്. വേദന കൊണ്ട് പൊളഞ്ഞുപോയ നടാഷ ജയിലോട് തട്ടിക്കേറുമ്പോ ജയില വീണ്ടും നടാഷയുടെ മുഖത്ത് വരയ്ക്കുകയാണ്. അവളുടെ മുഖത്തിന് ഇടത് ഭാഗത്ത് ശക്തമായ 2 വരകളാണ് ഇപ്പോ നടാഷയുടെ മുഖത്ത് വീണിരിക്കുന്നത്. ആ മുറിവിലൂടെ രക്തം പൊട്ടി ഒലിക്കുകയാണ്. വേദന കൊണ്ട് പൊളയുമ്പോഴും നടാഷ ജയിലോട് അലറുകയാണ്. ഏയ് ജയില, നീ ഇതിനെ അനുഭവിക്കും. അങ്ങനെ നടാഷ പറയുമ്പോ ജയില വീണ്ടും നടാഷയുടെ മുഖത്തൊരൊറ്റ വര. 3ാമത്തെ വരയും നടാഷയുടെ മുഖത്തേക്ക് വീണതും നടാഷയുടെ മുഖത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ചോരയുടെ അളവ് കൂടുകയാണ്. നടാഷയുടെ ആ കവിളിലൂടെ ഒലിക്കുന്ന ചോര ഒലിച്ച് അവളുടെ ബോഡിയിലേക്ക് ഇറങ്ങുകയാണ്. അവളുടെ അണ്ടർ ഗാർമെന്റിന്റെ പുറത്തുകൂടിയും ദേഹത്തുകൂടിയൊക്കെ ആ ചോര ഒലിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. ശരിക്കും ഭീകരമായ ഒരു രംഗം. അതിസുന്ദരിയായ നടാഷ ഹാർമൺ അങ്ങനെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ കാഴ്ച വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആ ചെറുപ്പക്കാരൊക്കെ കൗതുകത്തോടെയും അതേസമയം വല്ലാത്തൊരു അത്യാർത്ഥിയോടുകൂടിയും സുന്ദരിയായ നടാഷയെ നോക്കുന്ന കണ്ട ജയില ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഏയ് നിങ്ങളിൽ ആർക്കെങ്കിലും ഇവളോടൊപ്പം കഴിയാൻ താല്പര്യമുണ്ടോ? കേൾക്കേണ്ട താമസം അനവധി ചെറുപ്പക്കാർ കൈ മുകളിലേക്ക് ഉയർത്തി. നടാഷ ഹാർമണെ പോലെ സുന്ദരിയായ ഒരു യുവതിയോടൊപ്പം കഴിയാൻ ആർക്കാ താല്പര്യം കാണാത്തത്? ആ കൈബൂക്കൽ കാണുന്ന ആർക്കും അങ്ങനെ ഒരു തോന്നലാ ഉണ്ടാവുക. അത് കണ്ടതും ജയില ആ ബോഡി ഗാർഡുകളോട് പറഞ്ഞു, ഇവളെ ചങ്ങലക്കിട. കേൾക്കേണ്ട താമസം നടാഷയുടെ 2 കൈകളിലും ചങ്ങല വീണു. 2 കൈകളിലും ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട നടാഷയെ പെട്ടെന്ന് ആ ബോഡി ഗാർഡുകൾ മുകളിലേക്ക് വലിച്ചു. അതിനുശേഷം ആ ചങ്ങലകൾ തൂണുകളിലായി വലിച്ചു കെട്ടി. ഇപ്പൊ നടാഷ ആ അണ്ടർ ഗാർമെന്റ്സ് മാത്രം ഇട്ടുകൊണ്ട് രക്തത്തിൽ കുളിച്ച് ആ ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. തറയിൽ നിന്ന് ഏകദേശം ഒരു 2 അടി പൊക്കത്തിലാണ് നടാഷ നിൽക്കുന്നത്. നടാഷയുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം അവളുടെ ബോഡി കൂടി തറയിൽ എങ്ങനെ വീഴുന്നുണ്ട്. ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളോടായി ജയില പറഞ്ഞു, നിങ്ങളിൽ ആരാണ് ഇവൾക്കൊപ്പം ആദ്യം കഴിയാൻ പോകുന്നത്? കേൾക്കേണ്ട താമസം സകലവനും കൈപൊക്കി. ഹേയ്, ഇതിപ്പോ ഒരുപാട് പേരുണ്ടല്ലോ, നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ കൈപൊക്കിയാൽ ആദ്യം ആരാണെന്ന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടാവും. നമുക്കൊരു മത്സരം വെക്കാം. നിങ്ങള് ഒന്ന് ലേലം വിളിക്ക്. കേൾക്കേണ്ട താമസം ഒരാൾ ഉറക്കെ പറഞ്ഞു, ഞാനാണ് നടാഷയെ ആദ്യം കൊണ്ടുപോകാൻ പോകുന്നത്. ഞാൻ $1 ലക്ഷം ഓഫർ ചെയ്യാണ്. $1 ലക്ഷം, ഞാൻ $5 ലക്ഷം വെക്കുകയാണ്. അടുത്തൊരാൾ പറയുകയാണ്. എല്ലാവരുടെ മുഖങ്ങളിലും മുഖംമൂടി ഉള്ളതുകൊണ്ട് ആരാണ് ആ അഭിപ്രായം പറയുന്നത് ആർക്കും അറിയത്തില്ല. നടാഷയെ നല്ല പരിചയമുള്ള ആളുകളാണ് അതിൽ പലരും. പതുക്കെ ആ ലേലം വിളി ഒന്ന് ഉഷാറായി. $5 ലക്ഷം നിന്ന് $1 മില്യൺ അവസാനം അത് $5 മില്യൺ $5 മില്യൺ പറഞ്ഞത് ലേശം വണ്ണമൊക്കെയുള്ള ഒരാളാണ്. $5 മില്യൺ നടാഷയ്ക്കൊപ്പം കഴിയാൻ വേണ്ടി ഒരാൾ മുടക്കാമെന്ന് പറഞ്ഞപ്പോ ബാക്കിയുള്ളവർ സ്വാഭാവികമായിട്ടും പിന്മാറുകയാണ്. ആ കൂട്ടത്തിൽ ഒരുപാട് യുവതികളുമുണ്ട്. അവരൊക്കെ ഈ കാഴ്ച കണ്ടങ്ങനെ രസിച്ച് നിൽക്കുകയാണ്. അവർക്കൊക്കെയും നടാഷയോട് അസൂയുണ്ട്. നടാഷ ഈ മിൽസ്ബർഗിലെ ഏറ്റവും സുന്ദരിയാണ്. മിൽസ്ബർഗിൽ നടാഷയെ കവച്ചു വയ്ക്കാൻ കഴിയുന്ന ആരുമില്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. ആ നടാഷയെ ഇപ്പോ ആ ചെറുപ്പക്കാരെല്ലാം കൂടെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ആ യുവതികളുടെ ധർമ്മം. അവരതങ്ങനെ തന്നെ ചെയ്യുകയാണ്. അവർക്ക് ഈ പരിപാടി രസിച്ചു തോന്നുന്നു. $5 മില്യൺ മുടക്കിയ ആളെ നോക്കി ജയില പറഞ്ഞു, ഓക്കെ, നിനക്കാണ് ആദ്യത്തെ ചാൻസ്. കേൾക്കേണ്ട താമസം അവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് ആ ആൾക്കൂട്ടത്തിന് മുന്നിലേക്ക് വരികയാണ്. നടാഷ ഹാർമൺ ശരിക്കും പെട്ടതുപോലെയായി. അവളുടെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അവൾ ആളുകളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജയില വിളിച്ച് അവളോട് ഇവിടേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. ഹെക്ടറെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരാമെന്ന് ജയില പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൾ അവിടേക്ക് വന്നത്. പക്ഷെ ഇപ്പോ അവളെടുത്ത ആ തീരുമാനം അവളെ എത്തിച്ചിരിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലാണ്. നടാഷയ്ക്ക് ഇപ്പോ ആരെയും കോണ്ടാക്ട് ചെയ്യാനും പറ്റില്ല. തികച്ചും നിസ്സഹായയായി നടാഷ ആ ചങ്ങലിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ആ തടിയൻ നടന്നു വരികയാണ്. അത് കണ്ടതും ജയില ഉറക്കൊന്ന് ചിരിച്ചു. ഏയ് നടാഷ, നിനക്ക് എന്റെ സഹോദരനെ അങ്ങോട്ട് ഇഷ്ടമല്ല അല്ലേ? എന്റെ സഹോദരൻ നിനക്ക് വേണ്ടെന്നല്ലേ? നീ ഇപ്പം അനുഭവിക്കാൻ പോവുകയാണ് ആ പറഞ്ഞ വാചകത്തിന്റെ കുഴപ്പം എന്താണെന്ന്. ഇവിടെ നിൽക്കുന്ന ഈ മുഴുവൻ പുരുഷന്മാരും ഇന്ന് നിന്നോടൊപ്പം കഴിയാൻ പോവുകയാണ്.
അവർ നിന്നെക്കുറിച്ച് ഇതിനുശേഷം ഈ നാട്ടിലേക്ക് പറഞ്ഞോളും. നീ എങ്ങനെയുണ്ടെന്ന് അവർ പറയും. ജയില ഇത് പറയുമ്പോൾ ജയിലിക്ക് ഒരു സുഖം തോന്നുകയാണ്. അത് പറഞ്ഞ് ജയില പൊട്ടിച്ചിരിക്കുകയാണ്. നടാഷ ആ സമയത്തും ശരിക്കും ദേഷ്യത്തോടു കൂടി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ജയിലോട് പറയുകയാണ്, ജയില നീ വിജയിച്ചു എന്ന് കരുതരുത്, നിനക്ക് ഒരു പണി കിട്ടും. ഗ്രാൻഡ് കുടുംബത്തിൽ ടൈലർ ഗ്രാൻഡ് സഹോദരി ജയിലിക്ക് ഒരു പണി കിട്ടുമെന്നാണ് നടാഷ പറയുന്നത്. അത് കേട്ടതും ജയിലത്ത് പൊട്ടിച്ചിരിച്ചു. ഏയ് നടാഷ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്വപ്നം കാണണ്ട. ഇന്ന് ഇവിടെ നിന്ന് ജീവനോടെ നിനക്ക് പുറത്തു പോകാൻ കഴിഞ്ഞാൽ അത് നിന്റെ ഭാഗ്യം എന്ന് മാത്രം കരുതുക. എനിക്ക് തോന്നുന്നില്ല നീ പുറത്തിറങ്ങുമ്പോ നിനക്ക് ജീവൻ ഉണ്ടാകുമെന്ന്. ഇത്രയും പുരുഷന്മാർ നിന്നെ കാത്തിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ജയില ആ ആൾക്കൂട്ടത്തെ നോക്കി അവരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഞാൻ നൽകിയ വിരുന്ന്? അടിപൊളി, കേൾക്കേണ്ട താമസം എല്ലാവരും കൈയടിക്കുകയാണ്. ജയില ഞങ്ങൾ സംതൃപ്തരാണ്. ഹാർമൺ കുടുംബത്തിന്റെ അയൺ ലേഡി നടാഷ ഹാർമണിയാണ് അവർ ജയില അവർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ആരാണ് നടാഷയെ ഇഷ്ടപ്പെടാത്തത്? വീണ്ടും വീണ്ടും ആളുകൾ നടാഷ എന്ന് വിളിക്കുമ്പോ നമ്മുടെ ആ തടിയൻ നടന്ന് നടാഷയുടെ അടുത്തെത്തി. നടാഷയെ നോക്കി അയാൾ നടാഷയോട് പറഞ്ഞു, ഹേയ് നടാഷ, ഭയക്കണ്ട, എന്നോടൊപ്പം ഒരു കുറച്ചു നേരം കഴിഞ്ഞാൽ മതി, ഞാന് വേണമെങ്കിൽ കൂടുതൽ കാശ് തരാം. അങ്ങനെ അയാൾ പറഞ്ഞതും നടാഷ കാല് നിവർത്തി അയാൾ അടിക്കാൻ നോക്കുന്നുണ്ട്. നടാഷയുടെ രണ്ട് കൈകളും കെട്ടി തൂക്കിയിരിക്കുകയാണ്. അതുപോലെ രണ്ട് കാലുകളിലും ചങ്ങലയുണ്ട്. ചങ്ങല ബലമായിട്ട് തൂണുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട്. നടാഷയ്ക്ക് യഥാർത്ഥത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. തറയിൽ നിന്ന് ഏകദേശം 2 അടി മാത്രം മുകളിൽ നിൽക്കുന്ന നടാഷ ഹാർമന്റെ തൊട്ടു മുന്നിൽ അയാൾ എത്തി. അയാൾ നടാഷയെ ചുറ്റും നടന്നു നോക്കുകയാണ്. അതിനുശേഷം നടാഷയുടെ മുന്നിൽ വന്നിട്ട് അയാൾ സാവധാനം നടാഷയുടെ വലത് കൈയിൽ അയാളുടെ കയ്യിലേക്ക് എടുത്തു. നടാഷയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയല്ല. അയാൾ ആ കാല് കയ്യിലേക്ക് എടുത്തിട്ട് വളരെ രസകരമായി പറയുകയാണ്, ഹാ എന്ത് നല്ല കാല്. അയാൾ അത് പറഞ്ഞതും ആൾക്കൂട്ടം ആർത്തിച്ചിരിക്കുകയാണ്. അയാൾ നടാഷയുടെ കാലിലെ തള്ളവിരൽ ഒന്ന് പിടിക്കാനായിട്ട് പോയതും പെട്ടെന്ന് ഒരു ശബ്ദം, വളരെ ഉറക്കെ. ആ ശബ്ദം കേട്ടതും മുഖംമൂടി ധരിച്ച ആളുകളൊക്കെ വാതിൽക്കലേക്ക് നോക്കി. വാതിൽ വഴി ഒരാൾ കടന്നു വരികയാണ്. കടന്നു വരുന്നത് ഡസൻ റൈസ് ആണ്. ഡസൻ റൈസ് അകത്തേക്ക് കടന്നു വരുന്നത് നടാഷ കണ്ടു. നടാഷ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച കണ്ടു എന്ന് നടാഷ കണ്ണുകൾ വിളിച്ചു പറയുകയാണ്. ശരിക്കും നടാഷയുടെ മുഖത്ത് വല്ലാത്തൊരു ആശ്വാസം ഫീൽ ചെയ്യുകയാണ്. ഡസൻ റൈസ് അകത്തേക്ക് കടന്നു വരുന്നത് ജയിലയും കണ്ടു. ജയില ഡസ്റ്റിനെ കണ്ടതും ഉറക്കെ ചിരിച്ചു. ഏഹ് ഡസ്റ്റിൻ, നീ ഇങ്ങ് വന്നു അല്ലേ? കൊള്ളാം, നിന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ആക്രമിച്ച് ഡസൻ റൈസിന്റെ കയ്യിൽ നിന്ന് ആ ക്രിംസൺ റെഡ് താമര സംഘടിപ്പിക്കാനായി ജയില ഒരു ടീമിനെ അയച്ചിരിക്കുകയായിരുന്നു. ആ ടീമിന്റെ പിടിയിൽപ്പെടാതെ ഡസൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു തോന്നൽ ജയിലേക്കുണ്ട്. ജയില ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, നീ ശരിക്കും ധൈര്യമുള്ളവനാണ്, അല്ലെങ്കിൽ ഈ പെണ്ണിനെ രക്ഷിക്കാനായി നീ ഇപ്പോ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഡസ്റ്റിൻ അകത്തേക്ക് കടന്നു വന്നിട്ട് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞപ്പോ ആ തടിയൻ നടാഷയുടെ പുറത്തുനിന്ന് കൈ എടുത്തിരുന്നു. അത് കണ്ട ജയില ആ തടിയനോട് പറഞ്ഞു, ഏയ് നീ എന്താ നിർത്തിയത്? ഇവനെ മൈൻഡ് ചെയ്യണ്ട, നീ തുടങ്ങിക്കോ. അത് മാത്രമല്ല, ഇവൻ കൂടി കാണണം. ഇവന്റെ പ്രാണപ്രേയസിയെ എങ്ങനെയാണ് മറ്റു പുരുഷന്മാർ തൊടുന്നതെന്ന് ഇവൻ കാണണ്ടേ, നീ തൊട്ടോടാ. ജയില അത് പറഞ്ഞതും ചിരിച്ചുകൊണ്ട് ആ തടിയൻ നടാഷയുടെ കാലിലേക്ക് വീണ്ടും കൈ കൊണ്ടുവരികയാണ്. അവൻ ഒന്ന് കുനിഞ്ഞത് നടാഷ കാലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. കാല് പിടിച്ച് പഴയതുപോലെ പൊക്കിയെടുക്കാൻ വേണ്ടിയാണ്. അവനൊന്ന് കുനിഞ്ഞപ്പോ കൃത്യം അവന്റെ കഴുത്തിൽ ഒരു നീഡിലങ്ങ് തറച്ചു കയറുകയാണ്. പക്ഷേ ആളുകൾ ആ നീഡിൽ തറച്ചു കയറുന്ന കണ്ടില്ല. ആളുകൾ കണ്ടത് മുന്നോട്ട് കുനിഞ്ഞ അവൻ കുറച്ചുകൂടി അങ്ങ് താഴോട്ട് കുനിഞ്ഞു പോകുന്നതാണ്. അവൻ മുഖമിടിച്ച് തറയിലേക്ക് വീണു. അവൻ തറയിലേക്ക് വീണപ്പോഴാണ് സമീപത്തുണ്ടായിരുന്ന മറ്റാളുകൾ അവന്റെ കഴുത്തിൽ തറച്ചിരിക്കുന്ന ആ സിൽവർ നിറത്തുള്ള നീഡിൽ കാണുന്നത്. ജയില ആ തറയിൽ വീണ് കിടക്കുന്നോട് ചോദിക്കുകയാണ്, എടാ എണീക്കടാ എണീക്കടാ. നടാഷ നിൽക്കുന്നതിന്റെ അടിയിലാണ് അവൻ വീണ് കിടക്കുന്നത്. അവൻ അങ്ങനെ തറയിൽ കമിഴ്ന്ന് കിടക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് ജയില അവനോട് എണീക്കാൻ പറഞ്ഞത്. അവൻ എണീക്കുന്നില്ലെന്ന് കണ്ടതും ജയില പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് ജയിലയും ആ കാഴ്ച കണ്ടത്. കഴുത്തിൽ ഒരു സിൽവർ നീഡിൽ തറച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ജയിലയ്ക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. ജയില തിരിഞ്ഞ് ഡസ്റ്റിനെ നോക്കുമ്പോൾ ഡസ്റ്റിൻ വാതിൽക്കൽ നിന്ന് അങ്ങോട്ട് നടന്നു വരികയാണ്. ഡസ്റ്റിനും ജയിലയും തമ്മിലുള്ള അകലം ഏകദേശം 25 അടി വരും. ജയില നിൽക്കുന്ന ഭാഗത്തേക്ക് ഡസ്റ്റിൻ നടന്നു വരുന്ന കണ്ടതും ജയില അവിടെ ബോഡി ഗാർഡുകളോട് പറഞ്ഞു, പിടിക്കവനെ. കേൾക്കേണ്ട താമസം ബോഡി ഗാർഡുകൾ ഡസ്റ്റിനെ തടയാൻ തുടങ്ങി. ഡസ്റ്റിൻ ആ ബോഡി ഗാർഡുകളെ കടന്ന് ജയിലയുടെ അടുത്തെത്തുമ്പോ തറയിൽ ബോഡി ഗാർഡുകൾ അങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ഡസ്റ്റിനെ തൊടാൻ വന്ന സകല ബോഡി ഗാർഡുകളും
കൈയും കാലും ഒടിഞ്ഞ് പല സ്ഥലത്തായി അങ്ങനെ ചിതറി കിടക്കുകയാണ്. ഞെരങ്ങലും മൂളലും കരച്ചിലും അത് മാത്രമാണ് ഇപ്പോൾ അവിടെ കേൾക്കാൻ കഴിയുന്നത്. ആ മാസ്ക് ധരിച്ച ആളുകൾ 4 ഭാഗത്തേക്ക് ചിതറി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മിനിറ്റുകൾ ആ മുഖംമൂടിധാരികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണ്. ഡസ്റ്റിൻ മുന്നോട്ട് നടന്നപ്പോ ആദ്യം ഡസ്റ്റിനെ തൊട്ട ആ ബോഡി ഗാർഡിന്റെ കൈ ഡസ്റ്റിൻ പിടിക്കുന്നതും ആ കൈ പിടിച്ച് ഡസ്റ്റിൻ തറയിൽ ആഞ്ഞടിക്കുന്നതും ശരിക്കും ഞെട്ടലോട് കൂടിയാണ് അടുത്ത് നിന്ന് ആ മുഖംമൂടികൾ കണ്ടത്. ആ ആളെ തറയിലേക്ക് ഡസ്റ്റിനെ അടിച്ചതും ആ മുഖംമൂടികൾ 2 വശത്തേക്ക് ഓടി മാറുകയായിരുന്നു. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് ഡസ്റ്റിൻ അടുത്ത് നിൽക്കുന്നവന്റെ കാല് ചവിട്ടി ഓടിക്കുന്നത്. ഡസ്റ്റിൻ അവന്റെ കാൽമുട്ടിന് മുകളിലേക്ക് ഒരു ഒറ്റ ചവിട്ടായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ ഡസ്റ്റിനെ ഇടിക്കാനായിട്ട് മുന്നോട്ട് വന്നതാണ്. അവന്റെ കൈ ഡസ്റ്റിന് അടുത്ത് എത്തുന്ന മുമ്പ് ഡസ്റ്റിൻ അവന്റെ വലത് കാലിൽ ചവിട്ടി ഒരു ഒറ്റ ഇടി. ആ ചവിട്ടോടുകൂടി ആ കാല് തറയിൽ ആഞ്ഞു പതിക്കുന്നതും അവൻ മുന്നോട്ട് വീഴുന്നതും അവന്റെ പല്ലുൾപ്പെടെ തറയിലിടിച്ച് തെറിക്കുന്നതൊക്കെ ഒരു വല്ലാത്ത സ്വപ്നം പോലെയാണ് ആൾ കണ്ടത്. ഈ രംഗങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതും അതിവേഗതയിൽ. മുന്നോട്ട് പോകുമ്പോൾ ഡസ്റ്റിൻ ചില ബോഡി ഗാർഡുകളെ 2 കൈകൊണ്ട് പിടിച്ച് കൂട്ടി ഇടിക്കുകയാണ്. ആ ഇടിയുടെ ആഘാതത്തിൽ ഡസ്റ്റിന്റെ മുന്നിലൂടെ രക്തം പൊട്ടിച്ചിതറുന്നതും ആളുകൾ കണ്ടു. രക്തത്തിൽ കുളിച്ച് ഡസ്റ്റിൻ റൈസ് മുന്നോട്ട് വരികയാണ്. ഡസ്റ്റിൻ മുന്നോട്ട് വരുത്തോറും ശരിക്കൊരു ചെകുത്താൻ മുന്നോട്ട് വരുന്ന ഫീലാണ് ആ മുഖമൂടികൾക്കുള്ളത്. മുഖമൂടികൾ അതുകൊണ്ട് തന്നെ പരമാവധി ദൂരേക്ക് ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ ബോഡി ഗാർഡുകൾക്ക് ഡസ്റ്റിനെ അറ്റാക്ക് ചെയ്യാനുള്ള നിർദ്ദേശമുള്ളത് കൊണ്ട് അവർക്ക് ഓടി ഒളിക്കാൻ പറ്റിയിരുന്നില്ല. അവർക്ക് ഓടി ഒളിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഡസ്റ്റിൻ അവരുടെ അടുത്ത് അതിവേഗം എത്തിയതുകൊണ്ട് അത് പറ്റിയതുമില്ല. ഡസ്റ്റിൻ ചിലരെയൊക്കെ തറയിലിട്ട് ചവിട്ടി പൊട്ടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ അതാണ് ശരി. ശരിക്കും ഡസ്റ്റിന്റെ വേഗതയും പവറും ജയിലെ തെല്ലൊന്നുമില്ല അമ്പരപ്പിച്ചത്. ഏകദേശം 2 ഡസനോളം ബോഡി ഗാർഡുകൾ ജയിലിലേക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ആ 2 ഡസൻ ബോഡി ഗാർഡുകളും ഇപ്പോ തറയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട ആളുകളും ആ കൂട്ടത്തിലുണ്ട്. ചിലരെയൊക്കെ ഡസ്റ്റിനെടുത്ത് ചുവരിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അങ്ങനെ വലിച്ചെറിഞ്ഞപ്പോ ആ ബോഡി പോയ പോക്കിൽ മുഖംമൂടിധാരികളായ ചിലരുടെ പുറത്തു പിടിച്ചിട്ടുണ്ട്. അവരൊക്കെ താഴെ കിടപ്പുണ്ട്. ശരിക്കും ഭീകരമായ ഒരു താണ്ഡവമാണ് അവിടെ നടന്നത്. ജയില ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, നീ ആള് മിടുക്കനാണല്ലോ. ഈ ബോഡി ഗാർഡുകൾ അടിച്ചിട്ടാൽ നീ ജയിച്ചു എന്നാണ് കരുതുന്നത്? അങ്ങനെ ജയില പറഞ്ഞിട്ട് ജയിലൊന്ന് വിരൽ ഞൊടിച്ചു. ജയില വിരൽ ഞൊടിച്ചതും ഒരു പത്തംഗ ടീം അകത്തേക്ക് വന്നു. ഡസ്റ്റിൻ, ഇവരാണ് ഞങ്ങളുടെ ഗ്രാൻഡ് കുടുംബത്തിന്റെ ടൈഗർ ഗാർഡുകൾ. ശരിക്കും കടുവകൾ തന്നെയാണ് അകത്തേക്ക് വന്നിരിക്കുന്ന ആളുകൾ. അക്ഷരാർത്ഥത്തിൽ അവരെ കണ്ടാൽ അങ്ങനെ നമുക്ക് തോന്നും. ഒരു വല്ലാത്ത ശക്തി അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ആ പത്തംഗ ടീം ഡസ്റ്റിൻ ഇങ്ങനെ വളഞ്ഞപ്പോ ജയില ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നീ ഇപ്പൊ ഇവിടെ അവസാനിക്കും. ഡസ്റ്റിൻ അതിന് എന്തെങ്കിലും മറുപടി പറയും മുമ്പ് ആ ടൈഗർ ഗ്രൂപ്പിന്റെ തലവനും തോന്നുന്ന ആള് ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, നീ പക്ഷേ ഭാഗ്യവാനാണ്. ഞങ്ങൾ ഈ ടൈഗർ ഗ്രൂപ്പ് ഒന്നിച്ച് ഒരാളെയും ഇതുവരെ നേരിട്ടിട്ടില്ല. ഞങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒന്നിച്ച് ഒരാളെ നേരിടുന്നത്. നീ അതുകൊണ്ട് അഭിമാനിക്കും. അങ്ങനെ ഒരു ഭാഗ്യം നിനക്ക് കിട്ടിയതിൽ നിനക്ക് അഭിമാനിക്കാം. ഞങ്ങളുടെ കയ്യിൽ കൊല്ലപ്പെടാൻ ആരാ ആഗ്രഹിക്കാത്തത്? ഞങ്ങളുടെ കയ്യിൽ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മഹത്തരമായ ഒരു കാര്യം സംഭവിക്കാനുണ്ടോ? അത് കേട്ടതും ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, ഇടേ വായടക്ക്, നിങ്ങളുടെ ശക്തി കൈകൊണ്ട് കാണിക്കും. വാ കൊണ്ട് പണിയെടുക്കണ്ട, കൈകൊണ്ട് പണിയെടുക്കാനാണ് ഡസ്റ്റിൻ അവരോട് പറഞ്ഞത്. ഡസ്റ്റിൻ ഏതാണ്ട് ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അവരോട് അങ്ങനെ സംസാരിച്ചതും ആ ടീം ഒന്ന് ചാർജായി. ആ പത്തംഗ ടീമാണ് നേരത്തെ നടാഷയുടെ ആ ഷാഡോ ഗാർഡുകളെ കൊന്നത്. ആ പത്തംഗ ടീം യഥാർത്ഥ ഹാളിന് പുറത്ത് കോണ്ടോറിലായിട്ട് അങ്ങനെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. അവരെയാണ് ജയില അകത്തേക്ക് വിളിച്ചത്. ടൈഗർ ഗാർഡുകൾ അങ്ങനെ നിരന്നു നിന്നതും ജയിലിന്റെ മുഖത്ത് ആത്മവിശ്വാസം അതിന്റെ പൂർണ്ണതയിൽ അങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ആ ടീം പെട്ടെന്ന് ഡസ്റ്റിനെ ഒന്ന് കുതിക്കുകയാണ്. ഡസ്റ്റിന് നേരെ ആ ടീം ഒന്ന് കുതിച്ചതും ഡസ്റ്റിൻ തറയിൽ ആഞ്ഞൊന്ന് ചവിട്ടിയതും ഒരേ നിമിഷത്തിലാണ്. പെട്ടെന്ന് ആ തറയിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയാണ്. മുന്നോട്ട് കുതിച്ച ആ ടൈഗർ ഗാർഡുകൾ തറയിലെ വൈബ്രേഷനിൽ പുറകോട്ട് തെറിക്കുന്നതാണ് ബാക്കിയുള്ള ആളുകൾ കണ്ടത്. ഡസ്റ്റിനും അവരും തമ്മിൽ ഏതാനും അടികൾ വ്യത്യാസമായപ്പോഴാണ് ഡസ്റ്റിൻ തറയിൽ ഒന്ന് ആഞ്ഞ് ചവിട്ടിയത്. അതിശക്തമായ വൈബ്രേഷനിൽ ആ ടൈഗർ ഗാർഡിലെ ടീം അംഗങ്ങൾ ഒന്നടങ്കം പുറകോട്ട് തെറിച്ചു. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞ് ജയില ആ ഗാർഡുകളുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ 10 പേരും തറയിൽ രക്തം ഒലിച്ച് കിടക്കുന്നതാണ് ജയില കാണുന്നത്. സത്യത്തിൽ അവരുടെ പുറത്ത് ഡസ്റ്റിൻ തൊട്ടിട്ടേയില്ല. ഡസ്റ്റിൻ കാലൊന്ന് ആഞ്ഞ് തറയിൽ ചവിട്ടിയതാണ്. ആ ചവിട്ടിയ നിമിഷത്തിൽ ഒരു വല്ലാത്ത വൈബ്രേഷൻ മുന്നിലേക്ക് വരികയും ആ വൈബ്രേഷനിൽപ്പെട്ട് ആ പത്തംഗ ടീം ഒന്ന് പുറകോട്ട് തെറിച്ച് അവിടെ എവിടെയായിട്ട് ഇടിച്ചു വീടിരിക്കുകയാണ്. ആ 10 പേരുടെയും കാലിൽ കൂടി ഒരു വൈദ്യുതി തരംഗം കയറിയിരിക്കുകയാണ്. ആ കറണ്ട് ആ 10 പേരെയും പുറകോട്ട് എടുത്തെറിയിപ്പിക്കുകയും കൊല്ലിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ജയിലേക്ക് ഒരു പിടിയുമില്ല. ഗ്രാൻഡ് കുടുംബത്തിന്റെ സൂപ്പർ ഗാർഡുകളാണ് ആ 10 ആളുകൾ. ആ 10 പേർ
ഫൈറ്റ് ചെയ്യാൻ പോലും ആകാതെ ഡസ്റ്റിന് മുന്നിൽ ഈ ശൈലിയിൽ കൊല്ലപ്പെടുമെന്ന് ജയിലെ എങ്ങനെയാ ധരിക്കുക? അന്തം വിട്ട് നിൽക്കുന്ന ജയിലെ ഒന്ന് നോക്കിയിട്ട് ഡസ്റ്റിൻ നടാഷയുടെ അടുത്തെത്തി. ഡസ്റ്റിൻ നടാഷ നോക്കിയിട്ട് നടാഷ കെട്ടിരിക്കുന്ന ചങ്ങലയിൽ ഒന്ന് പിടിച്ചു. ആ ചങ്ങലയിൽ ഒന്ന് പിടിച്ച് ഒന്ന് വലിച്ചതും ആ രണ്ട് ചങ്ങലയും പൊട്ടി. അതുപോലെ തന്നെ നടാഷ കൈ കെട്ടിരിക്കുന്ന ചങ്ങലയും ഡസ്റ്റിൻ വലിച്ചു പൊട്ടിക്കുകയാണ്. ഡസ്റ്റിൻ ഒരു നൂല് പൊട്ടിക്കുന്ന ലാഘവത്തോടു കൂടി ആ ചങ്ങലകൾ പൊട്ടിക്കുന്ന കണ്ട് ആ മുഖമൂടിധാരികൾ ശ്വാസം പിടിച്ച് അങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ഡസ്റ്റിൻ പെട്ടെന്ന് അയാളിട്ടുന്ന കോട്ടൂരി നടാഷയ്ക്ക് കൊടുത്തു. നടാഷ പെട്ടെന്ന് ആ കോട്ടം കെട്ടു. നടാഷ ശരിക്കും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കാരണം നടാഷയുടെ തലയിലേക്ക് നേരത്തെ ജയിലിൻ ടീം ഒഴിച്ച ഐസ് വാട്ടറാണ്. നടാഷ ജയില് 2 തവണ കത്തി കൊണ്ട് മുഖത്ത് വരഞ്ഞതും പെട്ടെന്ന് ബോധം കെട്ടായിരുന്നു. നടാഷയെ എണീപ്പിക്കാനായി ജയില് ഐസ് വാട്ടർ വരുത്തിപ്പിച്ച് നടാഷ തലയിൽ കൂടി ഒഴിച്ചിരുന്നു. ആ തണുപ്പൊക്കെ ഏറ്റു നിൽക്കുമ്പോഴാണ് ഡസ്റ്റിൻ നടാഷ ഇറക്കി കോട്ട് കൊടുക്കുന്നത്. കോട്ട് ധരിച്ചു കഴിഞ്ഞപ്പോ നടാഷയ്ക്ക് ഒരു ആശ്വാസമുണ്ട്. ഏയ് ഡസ്റ്റിൻ, നീ എന്താ ചെയ്തെന്ന് അറിയാവോ? ജയിലയുടെ ആ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ ജയിലയുടെ കഴുത്തിലേക്ക് പിടിച്ചു. ഏയ് ഡസ്റ്റിൻ, നീ എന്താ ചെയ്യാൻ പോകുന്നു? അങ്ങനെ ഡസ്റ്റിനോട് ജയില ചോദിച്ച ആ നിമിഷത്തിൽ പുറത്തുനിന്ന് ഒത്തിരിയേറെ ആളുകൾ അകത്തേക്ക് ഓടി വന്നു. അകത്തേക്ക് ഓടി വരുന്നവരുടെ കൂട്ടത്തിൽ ട്രെന്റ് ഹാർമണും ജേക്കബ് ഹാർമണും കേറ്റ് ഒക്കെ ഉണ്ട്. നടാഷ ബേസിൽ ടവറിൽ പോയ കാര്യം റൂത്തിന് അറിയാം. റൂത്തിനോട് ഡസ്റ്റിൻ നടാഷ അപകടത്തിലാണെന്ന് സൂചിപ്പിച്ചത് കൊണ്ടാണ് റൂത്ത് ട്രെന്റിനെയും കൂട്ടരെയും അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അവർ അകത്തേക്ക് കയറി വന്ന് അവർ കാണുന്നത് കോട്ട് ധരിച്ചിരിക്കുന്ന നടാഷ ഹാർമണയാണ്. അതേസമയത്ത് നടാഷ ഹാർമണിന്റെ മുഖത്തുകൂടി രക്തം ഒഴുകുന്നതും അവർക്ക് കാണാം. അതിനും അപ്പുറം അവർ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ഡസ്റ്റിൻ റൈസ് ജയില ടൈലറുടെ കഴുത്തിൽ എങ്ങനെ പിടിച്ചിരിക്കുന്നത്. ട്രെന്റ് ഓടി നടാഷയുടെ അടുത്ത്. നടാഷ എന്തു പറ്റി? അങ്കിൽ കുഴപ്പമൊന്നുമില്ല. നടാഷ അങ്ങനെ പറയുമ്പോ ജേക്കബ് ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ എന്തായി ചെയ്യുന്നത്? ഡസ്റ്റിനോട് ജേക്കബ് അങ്ങനെ ചോദിക്കുമ്പോ കെയ്റ്റും ഡസ്റ്റിനോട് ചോദിക്കുകയാണ്, ഡസ്റ്റിൻ നീ എന്തായി ചെയ്യുന്നത്? ജയിലെ വിടാനായി കെയ്റ്റ് ഹാർമൺ പറഞ്ഞതും ജയില ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഹാർമൺ കുടുംബക്കാർക്ക് വിവരമുണ്ട്, നീ വിട്. ആ സമയത്തും ജയില ശരിക്കും ശക്തിയാണെന്ന് സൂചിപ്പിക്കുകയാണ് ആ വാക്കുകളിലൂടെ. ആ സമയത്തും ജയില തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ ജയിലയുടെ ആ സ്റ്റേറ്റ്മെന്റിന് കഴിയുകയാണ്. ജയില ദേഷ്യത്തോടു കൂടി ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ജയിലെ വിട്ടു. ജയിലെ ഡസ്റ്റിൻ വിട്ടതും ജയിലൊന്ന് ചിരിച്ചു. നിനക്ക് ഭയമുണ്ടല്ലേ? നീ ചെയ്തതിനൊക്കെ പശ്ചാത്താപം നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ മുട്ടുകുത്തി ഇപ്പൊ എന്നോട് മാപ്പ് പറയാം. അങ്ങനെയാണെങ്കിൽ നിന്നെ കൊല്ലാതെ വിടാൻ ഞാനൊരു ശ്രമം നടത്താം. ജയിൽ അത് പറയുമ്പോൾ ഡസ്റ്റിൻ അവിടേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് ഡസ്റ്റിന്റെ കണ്ണിൽ നേരത്തെ നടാഷയുടെ മുഖം കീറാൻ ഉപയോഗിച്ച കത്തി പെടുന്നത്. ഡസ്റ്റിൻ പെട്ടെന്ന് കുനിഞ്ഞ് ആ കത്തി എടുത്തു. ഡസ്റ്റിൻ ആ കത്തി എടുക്കുന്നത് ജയിലെയും ട്രെന്റും കെയ്റ്റും അതുപോലെ ജേക്കബും ഒക്കെ കാണുന്നുണ്ട്. ഡസ്റ്റിൻ നീ എന്ത് ചെയ്യാൻ പോവുകയാണ്? ജേക്കബ് ആ ചോദ്യം ചോദിച്ച നിമിഷത്തിൽ തന്നെ ഡസ്റ്റിൻ ജയിലയുടെ തൊട്ടു മുന്നിലെത്തിയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ജയിലിക്ക് ഒരു പിടിയില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത് ജയിലിക്ക് മനസ്സിലാകും മുമ്പ് ഡസ്റ്റിൻ അതിശക്തമായി ജയിലിന്റെ മുഖത്തോട് ഒരു ഒറ്റ വര. വലത്തെ കോർണറിൽ നിന്ന് ഇടത്തെ കോർണറിലേക്കാണ് ആ വര. കണ്ണിന് തൊട്ട് താഴെ കൂടി ആ വര അങ്ങനെ കടന്നു പോവുകയാണ്. ഏയ് ഡസ്റ്റിൻ എന്താ ചെയ്തേ? ജേക്കബും ട്രെന്റും കെയ്റ്റും ഒരുമിച്ച് ആ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്കൊപ്പം വന്ന ഹാർമൺ കുടുംബത്തിലെ ബാക്കി ആളുകളും ആ ചോദ്യമാണ് ചോദിക്കുന്നത്. അവരുടെ ആ ചോദ്യത്തിന് ഡസ്റ്റിന്റെ മറുപടി അതിവേഗം ഉണ്ടായി. ഡസ്റ്റിൻ ജയിലയുടെ ഇടത് കോർണറിൽ നിന്ന് വലത്തെ മൂലയിലേക്ക് ഒരു ഒറ്റ വര. കൃത്യം ഒരു എക്സ് ഇപ്പോ ജയിലയുടെ മുഖത്ത് വീണിരിക്കുകയാണ്. ആ സുന്ദരമായ മുഖത്ത് നിന്ന് രക്തം കുടുകൂടാ പുറത്തേക്ക് വന്നു തുടങ്ങി. അമ്പരന്ന് പോയ ജയില ശരിക്കും വേദന കൊണ്ട് പൊളഞ്ഞ് ഡസ്റ്റിനോട് ചോദിക്കുകയാണ്, ഡസ്റ്റിൻ നീ എന്താ ചെയ്യുന്നത്? അങ്ങനെ ജയില ചോദിക്കുമ്പോ ആ ചോദ്യം ഹാർമൺ കുടുംബത്തിലെ ആളുകളും ഗ്രാൻഡ് കുടുംബത്തിലെ ബാലൻസ് ഉള്ള ആളുകളും ഒക്കെ ആവർത്തിക്കുകയാണ്. അവർ ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ ഡസ്റ്റിൻ അതിവേഗം ജയിലയുടെ മുഖത്തുകൂടി പിന്നെയും വരയ്ക്കുകയാണ്. സകലത് ഗുണന ചിഹ്നമാണ് പറ വരയ്ക്കുകയാണ്. സെക്കൻഡുകൾ കൊണ്ട് ജയിലയുടെ മുഖം മുഴുവൻ ഡസ്റ്റിൻ കീറി മുറിച്ചു. നടാഷ ഹാർമന്റെ മുഖത്ത് എന്താണ് ജയില് ചെയ്തതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഡസ്റ്റിൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ചെയ്തിക്ക് 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചടി കൊടുക്കുകയാണ് ഡസ്റ്റിൻ. നടാഷയുടെ സുന്ദരമായ മുഖമാണ് ജയില കീറി മുറിച്ചത്. ജയില അല്ലാതെ അവിടെ ആരും അത് ചെയ്യില്ല എന്ന് ഡസ്റ്റിന് ഉറപ്പാണ്. അതുകൊണ്ട് കൂടെയാണ് ഡസ്റ്റിൻ ജയിലയുടെ മുഖം തന്നെ കീറി മുറിച്ചത്. ജയിലയുടെ മുഖം ഡസ്റ്റിൻ കീറി മുറിക്കുമ്പോൾ അനവധി ആളുകൾ അകത്തേക്ക് ഓടി വന്നു. ജയിലയുടെ സപ്പോർട്ട് ടീമാണ് അവിടേക്ക് വന്നത്. ഡസ്റ്റിൻ ആ മുറിയിലേക്ക് കടന്ന് ആക്രമണം തുടങ്ങിയ നിമിഷത്തിൽ തന്നെ ജയില ഇൻഫർമേഷൻ കൈമാറിയിരുന്നു. ആ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് ആ ഗ്രാൻഡ് കുടുംബത്തിന്റെ ഹൗസ് മാനേജറും അയാൾക്കൊപ്പമുള്ള എലൈറ്റ് ബോഡി ഗാർഡുകളും അവിടേക്ക് ഓടി വന്നത്. ആ ബോഡി ഗാർഡുകൾ ഹാളിലേക്ക് ഓടി കയറുമ്പോൾ അവർ കാണുന്നത് ജയില ടൈലറിന്റെ മുഖം കീറി മുറിക്കുന്ന ഡസ്റ്റിൻ റൈസിനെയാണ്. ഡസ്റ്റിൻ റൈസ് ജയിലയുടെ മുഖം കീറി മുറിച്ചത് കണ്ടുകൊണ്ട് അകത്തേക്ക് വന്ന ആ ഹൗസ് മാനേജർ ഡസ്റ്റിനോട് ചോദിച്ചു,
ഏയ് നീ എന്തായി ചെയ്തത്? അങ്ങനെ അയാൾ ചോദിക്കുമ്പോൾ ട്രെന്റും ജേക്കബും ഉൾപ്പെടെ സകലരും സ്തംഭിച്ചു നിൽക്കുകയാണ്. ഹാർമൺ കുടുംബത്തിലെ നടാഷയെ ഗ്രാൻഡ് കുടുംബത്തിലെ ടൈലർ വിവാഹം കഴിക്കാനുള്ളതാണ്. ആ ടൈലറുടെ സഹോദരിയാണ് ഇതാ നടാഷയുടെ സുഹൃത്തു കൂടിയായ ഡസ്റ്റിൻ കീറി മുറിച്ചിരിക്കുന്നത്. അതുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഹാർമൺ കുടുംബത്തിലെ ട്രെന്റിനും അതുപോലെ ജേക്കബിനും നന്നായിട്ട് അറിയാം. അവർക്ക് മാത്രമല്ല, ഹാർമൺ കുടുംബവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ പേർക്കും അറിയാം. ശരിക്കും അമ്പരപ്പോട് കൂടിയുള്ള ആ മാനേജറുടെ ആ വാചകം കേട്ടതും ട്രെന്റ് മാനേജറോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല. ഹാർമൺ കുടുംബം അറിഞ്ഞുകൊണ്ടല്ല ഈ സംഭവങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞൊഴിയാനുള്ള ശ്രമത്തിലാണ് ട്രെന്റ്. ഡസ്റ്റിനുമായി അവർക്ക് ബന്ധമില്ല എന്ന് സ്ഥാപിച്ചില്ലെങ്കിൽ ഹാർമൺ കുടുംബത്തെ ഗ്രാൻഡ് കുടുംബം ഇല്ലാതാക്കും. അതുകൊണ്ട് കൂടിയാണ് ട്രെന്റ് അങ്ങനെ പറഞ്ഞത്. ട്രെന്റ് അങ്ങനെ പറഞ്ഞതും ആ ഹൗസ് മാനേജർ അയാളുടെ കൂടെയുള്ള ഗാർഡുകളോട് പറഞ്ഞു, പിടിച്ചു കെട്ടവനെ. അത് കേട്ടുടൻ ജയില് അവളുടെ മാനേജറോട് പറഞ്ഞു, ഇവന്റെ കൈയും കാലും വെട്ടി ഓടിക്കണം, കൊല്ലുന്നത് പതുക്കെ മതി, ഇവനെ ഇഞ്ചിഞ്ചായി കൊല്ലണം. ജയില അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ഒന്ന് തിരിഞ്ഞ ഡസ്റ്റിൻ കയ്യിലിരുന്ന കത്തി ഒന്ന് ആഞ്ഞു വീശുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആളേക്ക് മനസ്സിലാകുമ്പോഴേക്കും ജയിലയുടെ തല കഴുത്തി നാറ്റ് താഴേക്ക് വീണു. താഴെ വീണ ആ തല ഉരുണ്ട് മുന്നോട്ട് വരുമ്പോ ആ തലയിൽ കാണുന്ന കണ്ണുകൾ വല്ലാത്തൊരു അതിശയത്തോടു കൂടിയാണ് ചുറ്റും നോക്കുന്നത്. ജയിലയ്ക്ക് മരിക്കുന്ന ആ നിമിഷത്തിലും അവൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളെ സകലരും നോക്കി നിൽക്കേ ഇതുപോലെ തലയേർത്ത് ഡസ്റ്റിൻ കൊല്ലുമെന്ന് അവൾ എങ്ങനെയാ വിശ്വസിക്കുക? ശ്വാസം നിലച്ചു പോയ നിമിഷമാണ്. നടാഷ ഹാർമൺ പോലും ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. നടാഷ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ ഇതെന്താ? ഏയ് നടാഷ, അവള് എന്നെ കൊല്ലാൻ പോവുകയല്ലേ. എന്നെ കൊല്ലാൻ വരുന്ന ആളെ ഞാനങ്ങ് കൊന്നില്ലെങ്കിൽ അവരെന്നെ കൊല്ലില്ലേ? ഡസ്റ്റിന്റെ ചോദ്യം വ്യക്തമാണ്. ഡസ്റ്റിനെ കൊല്ലാനുള്ള ഉത്തരവ് ജയില ആ നിമിഷം കൊടുത്തതേ ഉള്ളൂ. ആ ജയിലെ പിന്നെ ഡസ്റ്റിനെ എന്തിനാ വെച്ചിരിക്കുന്നത്? ഡസ്റ്റിന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ഡസ്റ്റിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ ആ നിമിഷം ഡസ്റ്റിനെ അവരെങ്ങ് കൊല്ലും. വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് ക്വിന്റിനാണെങ്കിലും ഈ പറഞ്ഞ ജയിലയാണെങ്കിലും ഡസ്റ്റിന് ഒരുപോലെയാണ്. തറയിൽ തലയില്ലാതെ കിടക്കുന്ന ജയിലയുടെ ബോഡിയിലേക്കും മാറിക്കിടക്കുന്ന ജയിലയുടെ തലയിലേക്കും മാറി മാറി നോക്കിയാണ് ആ ഹൗസ് മാനേജറും അയാൾക്കൊപ്പമുള്ള ആളുകളും. അതേ സമയത്ത് ഹാർമൺ കുടുംബത്തിലെ ആളുകളും ശരിക്കും അമ്പരന്ന് നിൽക്കുകയാണ്. ആ അമ്പരപ്പ് നടാഷയിലുമുണ്ട്. ഇതിനേക്കാൾ ഏറെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നത് ആ മാസ്ക് വെച്ച ആളുകളാണ്. ശരിക്കും ഒരു ആഘോഷത്തിന് വേണ്ടിയാണ് അവരെല്ലാവരും അവിടെ എത്തിയത്. പക്ഷെ അവർ കണ്ട കാഴ്ച അവർക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. അവരെ ആഘോഷത്തിനായി ഇൻവൈറ്റ് ചെയ്ത ജയില് ഇതാ തല വേറെ ഉടൽ വേറെ എന്ന ശരി കിടക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡസ്റ്റിൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യും.